ഹലോ കുട്ടികളെ, ടെല്ലയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ AC-യുടെ കഴിഞ്ഞ ഭാഗം ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു ബാക്കി വെച്ചിട്ടില്ലേ? അതിൻ്റെ പുതിയൊരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തിരിക്കും. അത് വേഗത്തിൽ അതിലെന്ത് ചെയ്യും? കുറച്ചുകൂടെ ട്രിക്കുകൾ ഉൾപ്പെടുത്തി അതിനേക്കാൾ അടിപൊളി ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സമയം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു 0.01 ഹെൻറി ഇൻഡക്ടർ ഉണ്ട്, ഒരു √3 പൈ ഉള്ള ഒരു ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അതെ, അങ്ങനെയുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്. ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 220 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു AC സോഴ്സിലേക്ക് കണക്ട് ചെയ്തു. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറന്റ് ആൻഡ് EMF ആണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആദ്യം തന്നെ എഴുതും tan phi എന്ന് എല്ലാവരും എഴുതില്ലേ? tan phi എന്ന് പറഞ്ഞാൽ എന്താ? XL മൈനസ് XC/R അല്ലേ? ഇവിടെ കപ്പാസിറ്റർ ഉണ്ടോ? ഇവിടെ കപ്പാസിറ്റർ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഇവിടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരും XL/R എന്നായിരിക്കും എനിക്ക് വരിക അല്ലേ? XL/R എന്നല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്നു, നോക്കിക്കോളൂ. XL എന്താ ഇവിടെ വരുന്നത്? XL എന്ന് പറഞ്ഞാൽ L⍵ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. R എത്രയാ? R ഇവിടെ തന്നിട്ടുണ്ട് √3 പൈ ആണെന്ന് തന്നിട്ടുണ്ട്. L എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? L എന്ന് പറയുന്നത് 0.01 ആണെന്ന് തന്നിട്ടുണ്ട്. ഒമേഗ തന്നിട്ടില്ല, പക്ഷെ ഒമേഗയ്ക്ക് പകരം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു 2πf. ഒമേഗയ്ക്ക് പകരം ഒമേഗ = 2πf എന്ന് പറയും പോലെ 2π × f. അതിൽ 0.01 × 2 × പൈ × f എത്രയാണ്? ഇവിടെ f 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു 0.01-ഉം 2 × 50-യും 100, ഇത് ക്യാൻസൽ ആയി പോയി. അങ്ങനെ വരുമ്പോൾ എനിക്ക് L എന്ന് പറയുന്നത് പൈ ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? R എന്ന് പറഞ്ഞാൽ √3 ആയിട്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ XL/R എത്രയായിരിക്കും? XL/R എന്ന് പറയുന്നത് XL എത്രയാണ്? പൈ ഡിവൈഡഡ് ബൈ √3 പൈ ആയിരിക്കും. ഓക്കെ അല്ലേ? tan phi = 1/√3 എന്ന് കിട്ടി. ഇതാണ് tan θ = അല്ലെങ്കിൽ tan phi = 1/√3. ഇത് എത്രയാ? തീറ്റ എപ്പോൾ വീഴുമ്പോഴാണ് ഇതിങ്ങനെ എഴുതുക? തീറ്റ എന്ന് പറയുമ്പോൾ അപ്പോൾ ഫൈ എത്രയായി? ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന tan phi എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയി? 30 ഡിഗ്രി അല്ലേ വരിക? 1/√3 അല്ലേ? 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ എഴുതുക? അത് π/180/6 ആണ് അല്ലേ? 180/6 അല്ലേ 30 ഡിഗ്രി എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ π/6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്കുണ്ടോ? ഉണ്ട്. അതാണ് എൻ്റെ B ഓപ്ഷൻ. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്. ഓക്കെ, 3 ഐഡന്റിക്കൽ റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ 1 ഇവിടെ ഉണ്ട്, രണ്ടാമത് ഇവിടെ ഉണ്ട്, മൂന്നാമത്തത് ഇവിടെ ഉണ്ട്. ഓക്കെ, 3 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് നമുക്കുണ്ട്. R കണക്ട് ആൻഡ് R = 12 ആണ് അവരുടെ ഓം. അവരുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 12 ഓം ആണ്. ആൻഡ് 2 ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്. 2 ഐഡന്റിക്കൽ ഇൻഡക്ടറുകളുണ്ട്. ഓക്കെ, 2 ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്. 1, 2 ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. എനിക്ക് 2 ഐഡന്റിക്കൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണ്? L = 5 മില്ലി ഹെൻറി ആണ്. R കണക്റ്റഡ് ടു an ഐഡിയൽ ബാറ്ററി വിത്ത് EMF of 12 വോൾട്ട്. ഓക്കെ, as shown in the figure. The current to the battery long after the switch has been closed. Simple question. എന്താണ് ഇവിടെ കീ പോയിന്റ്? എന്താ? ഇവിടെ ഒന്നും നോക്കണ്ട, ഇവിടെ ആകെ ഇത് മാത്രം നോക്കിയാൽ മതി. എന്താണ്? ലോങ് ആഫ്റ്റർ ആവുമ്പോൾ ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് ആയി പോകും. ഇൻഡക്ടർ എന്താണ്? ഇൻഡക്ടർ വെറുതെ ഒരു വയർ പോലെ ആക്ട് ചെയ്യും. ഇൻഡക്ടർ എന്ത് ചെയ്യും? ഒരു വയർ പോലെ ആക്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഹാസ് എ റെസിസ്റ്റൻസ്, അത് റെസിസ്റ്റൻസ് കൂട്ടണം. ഇവിടെ റെസിസ്റ്റൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്താണ്? അതൊരു സാധാ വയർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഞാൻ മാറ്റി വരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് സ്റ്റഡി സ്റ്റേറ്റ് അക്വയർ ചെയ്യുമ്പോൾ 3 റെസിസ്റ്റർ ഇങ്ങനെ പാരലലായി കണക്ട് ചെയ്തിട്ട് അതൊരു 12 ഓമിലേക്ക് കണക്ട് ചെയ്ത മാതിരി ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കാൻ R 3 പാരലായി കണക്ട് ചെയ്താൽ R/N എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ R/3 ആണ്. R എന്ന് പറയുന്നത് എത്രയാ? അല്ലെങ്കിൽ 1/R + 1/R2 + 1/R3 ചെയ്യുക. കുട്ടികൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് കുറച്ചുകൂടി സ്പീഡാണ്. ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കുകളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? R/3 എന്ന് പറയുമ്പോൾ R എത്രയാണ്? ഇവിടെ 12 ആണ്. 12/3 എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ 4 ആയിട്ട് വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ 4 ആണ്. റെസിസ്റ്റൻസ്, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ആയിട്ട് വരും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് കണ്ടുപിടിക്കണം. നമുക്കറിയാം V = I × R എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ V/R അല്ലേ എൻ്റെ കറണ്ട് ആയിട്ട് വരിക? കറന്റ് എന്ന് പറഞ്ഞാൽ V/R ആയിരിക്കും. ഇവിടെ V എത്രയാണ്? V എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡ് ബൈ R എത്രയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ എനിക്ക് 3 ആംപിയർ എന്ന് ഉത്തരം കിട്ടി. എൻ്റെ ആൻസർ എത്രയാണ്?
3 ആംബിയർ ഈസ് മൈ കറക്റ്റ് ആൻസർ. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ, ഒന്നും അധികം പറയാനല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An alternating voltage source V 260 equal to 260 sin 620 omega t എന്നാണ് പറയുന്നത്. വോൾട്ടേജ് V equal to V0 sin omega t എന്നില്ലേ? അങ്ങനെയാണെങ്കിൽ V0 എത്ര ഇവിടെ 260 എന്നും ഒമേഗ എത്രയാണ് നമുക്ക്? ഒമേഗ എന്ന് പറയുന്നത് 628 എന്നും കിട്ടിയില്ലേ? 628 എന്നും കിട്ടി. ഓക്കെ, ഈ ഫോർമുലയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. is connected across a pure inductor of ഇവിടെ ഇൻഡക്റ്റൻസ് എന്നിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് എത്ര? 5 മില്ലി എന്ന് തന്നിട്ടുണ്ട്. 5 മില്ലി എന്ന് 5 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ നമ്മൾ ചെയ്യുക? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XL എന്നല്ലേ? XL എന്ന് പറഞ്ഞാൽ എന്താ? L ഒമേഗ എന്നല്ലേ? L ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ എത്രയാ ഇവിടെ വരുന്നത്? ഒമേഗ എന്ന് പറയുന്നത് അത് L എഴുതാം. 5 × 10⁻³ ആണ്. ഒമേഗ എന്ന് പറയുന്നത് 628 ആണ്. 628 അല്ലേ? അങ്ങനെയാണെങ്കിൽ 628 × 5 ചെയ്താൽ എത്ര കിട്ടുവാടാ? 44, 5 2 10, 14, ബാക്കി 1, 5 6 30, 31, 3140, 3140 എന്ന് കിട്ടും. ഇൻറ്റു 10⁻³ വരില്ലേ? അങ്ങനെയാണെങ്കിൽ 1 2 3 എന്ന് എഴുതുമ്പോൾ 3.14 എന്ന് പറയുന്ന ഉത്തരമുണ്ടോ എനിക്ക്? ഉണ്ട്. അതാണ് ഓപ്ഷൻ എ. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലെ വേഗം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. What will be the self-inductance of a coil of 100 turns if the current of 5 ampere produces a magnetic flux of 5 × 10⁻⁻5 എന്നാണ് പറഞ്ഞത്. എളുപ്പം ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത് മക്കളെ? വേഗം പറ. ഒന്നും ചെയ്യാനില്ല. ആദ്യം ഞാൻ കിട്ടിയെന്നൊക്കെ എഴുതി വെക്കാൻ പോകും. ആദ്യം എന്നോട് പറഞ്ഞു എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 100 ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെന്താ പറഞ്ഞത്? പിന്നെ കറണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാ? 5 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ അവർ പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞിട്ടുണ്ട്. 5 = എന്താ? 5 = 5 × 10⁻⁵ വെബർ എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാം 5 പ്രൊപ്പോർഷണൽ I അല്ലേ? N5 ഉണ്ടെങ്കിൽ N5 പ്രൊപ്പോർഷണൽ I അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനല്ലേ ഞാൻ അവിടെ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞ എല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. N5/I ചെയ്താൽ എനിക്ക് എൻ്റെ ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് L കിട്ടും. N എത്രയാണ് ഇവിടെ? N എന്ന് പറയുന്നത് 100 ആണ്. 5 എന്ന് പറഞ്ഞാൽ 5 × 10⁻⁵ ആണ്. I എന്ന് പറഞ്ഞാൽ എത്രയാ? I ഇവിടെ എത്രയാടാ? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോയി. 10⁻³ അഥവാ 1 മില്ലി ഹെൻറി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെ ഒരു ഉത്തരമുണ്ടോ? ഉണ്ട്. എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. എ വിൽ ബി മൈ കറക്റ്റ് ആൻസർ. എളുപ്പം ക്വസ്റ്റ്യൻസ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കുന്നു. In a series LR circuit, okay, series LR സർക്യൂട്ടിൽ ഫസ്റ്റ് അവർ പറയുന്നത് എന്താണ്? XL = R എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണ്. XL-ഉം R-ഉം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? XL-ഉം R ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ, അപ്പോൾ ഉള്ള പവർ ഫാക്ടർ എന്താ? P1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഉള്ള പവർ ഫാക്ടർ P1 ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? If a capacitor of reactance C with Xc = XL is added to the circuit, the power factor becomes P2. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ P2 എന്നാണ് അവർ പറഞ്ഞത്. The ratio of P1 to P2 will be എന്നാണ് ചോദ്യം. എളുപ്പം ക്വസ്റ്റ്യൻ. എന്താ ഫസ്റ്റ് ഇവിടെ പറയുന്നത്? ആദ്യം നമുക്ക് ഫസ്റ്റത്തെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? P1 = അല്ലെങ്കിൽ cos⁵ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. P1 എന്ന് പറഞ്ഞാൽ cos⁵ അല്ലേ? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos⁵, നമ്മുടെ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ tan⁵. ഇത് മറക്കരുത്. AC-യിലെ മിക്ക ക്വസ്റ്റ്യൻസും ഇത് വെച്ചിട്ട് തന്നെ ചോദിക്കുള്ളൂ. വളരെ സിമ്പിളായ ഒരു പാഠമാണ്. ഓക്കെ അല്ലേ? ഇവിടെ പവർ ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് cos⁵. എന്ന് പറഞ്ഞാൽ ആ ഇംപീഡൻസ് ട്രയാങ്കിൾ ഒക്കെ ആലോചിക്കുക. എന്താണ്? R/Z അല്ലേ? R/Z അല്ലേ? ഇവിടെ Z പവർ ഫാക്ടറിൽ ആദ്യം XL-ഉം R-ഉം മാത്രമേ ഉള്ളൂ. നമ്മൾ Z എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? Z = R² + XL - XC² എന്നല്ലേ? ഇങ്ങനെയല്ലേ എഴുതാം? ഇവിടെ XC എന്ന ടേം ഉണ്ടോ? XC എന്ന ടേം ഇവിടെ ഫസ്റ്റ് XC എന്ന കപ്പാസിറ്റർ ഇല്ല. അപ്പോൾ എൻ്റെ P1 എങ്ങനെയാ വരിക? R/√R² + XL എന്ന് പറഞ്ഞാൽ ഇവിടെ R-നോട് ഈക്വൽ ആണെന്ന് തന്നിട്ടില്ലേ? ഫസ്റ്റ് കേസിൽ XL എന്ന് പറയുന്നത് R-നോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ XL-ന് പകരം ഇവിടെ R എന്ന് എഴുതി. R² - XC ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് 0 ടൈം ആയിട്ട് പോയി. റൂട്ട് എന്ന് എഴുതാം.
അപ്പോൾ എത്ര വരും ആർ ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റൂട്ട് 2r നെ ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ r√2 എന്ന് വരും. ദാറ്റ് ഈസ് 1/√2 എന്നല്ലേ വരിക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ P2 എന്ന് പറയുന്നത് LCR സർക്യൂട്ട് അറ്റ് റെസണൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നും ആലോചിക്കരുത്, cos y = 1 തന്നെ എഴുതാം. ഓക്കെ അല്ലേ? cos y = 1 തന്നെ എഴുതാം. ഇനി പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എങ്ങനെയാണ്? P2 = cos y. എടാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. LCL = XC = XL എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റെസണൻസ്. ഒരു LCR സർക്യൂട്ടിലെ റെസണൻസിലെ cos y എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം. cos y ഇവിടെ എന്താണ്? ഇവിടെയും r/z തന്നെയാണ് വരേണ്ടത്. r/z എന്ന് പറഞ്ഞാൽ എന്താ? r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതുന്നു r/r² പ്ലസ് XLും XC ഈക്വൽ ആണ്. അപ്പോൾ അത് മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അവിടെ ഒന്നുമില്ല. r√r² ദാറ്റ് ഈസ് r/r. അത് എത്രയാ? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ P1 നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് P1/P2 ആണ്. P1 എത്രയാണ്? 1/√2. P2 എത്രയാണ്? ഇൻറ്റു 1/1. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ റേഷ്യോ 1:√2 എന്നായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഏതാടാ? ഡി ആണ്. ദാറ്റ് ഈസ് ഡി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ്? ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് നോക്കരുത്. ഒരുപാട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അത്രയും ഡാറ്റ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം. ഓക്കെ. ചില കുട്ടികളാണ് പെട്ടെന്ന് ഇത് വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കി വിടും. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഡാറ്റ കുറച്ചാണുള്ളത്. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുമെന്നായിരിക്കണം നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താലോ? എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എ സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്റ്റൻസ് ഓഫ് 1/6π എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് 15 എന്ന് തന്നിട്ടുണ്ട് ഇൻ സീരീസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇഫ് an AC വോൾട്ടേജ് ഓഫ് 100 വോൾട്ട് 60 Hz is applied to above circuit, then the current in the circuit and phase difference ആണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? കറണ്ടും കണ്ടുപിടിക്കാം, ഫേസ് ഡിഫറൻസും കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ചോദ്യം. കറണ്ടും ഫേസ് ഡിഫറൻസും കണ്ടുപിടിക്കണം. ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, കറണ്ട് tan phi അല്ലേ? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ tan phi ആയിട്ട് കണ്ടുപിടിക്കാം. പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ cos y കണ്ടുപിടിക്കുക. കറണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കില്ലേ, എളുപ്പം ക്വസ്റ്റ്യനാണ്. എന്താ നമ്മളിവിടെ ചെയ്യാൻ പോകും നോക്കാം. ഫസ്റ്റ് നമ്മൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാവേ. ആദ്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യം L = 1/6π എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് = 15 എന്ന് തന്നിട്ടുണ്ട്. 15 ഓം എന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജ് V = 100 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര എന്നുണ്ട്? 60 Hz എന്ന് തന്നിട്ടുണ്ട്. ഇത്രയല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താ? കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? I = V/Z ചെയ്യാം. മക്കളെ V = IR എന്നറിയില്ലേ? V = I/R എന്ന് എല്ലാവർക്കും അറിയില്ല. അങ്ങനെ I = V/R എന്നറിയില്ലേ? V/R അല്ലേ? ഇവിടെ R എന്ന് പറഞ്ഞാൽ ഇവിടെ എഫക്റ്റീവ് എന്താ? ഇവിടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ V/Z ആണ്. ഓക്കെ. അങ്ങനെയാണ് ഈ V/Z എന്ന് വന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ Z എന്താ ഇവിടെ വരുന്നത്? Z എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു LR സർക്യൂട്ട് അല്ലേ, കപ്പാസിറ്റർ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ Z എന്താന്ന് പറയാം കുട്ടികൾ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടി ചെയ്താണ്. V/√R² പ്ലസ് XL² അല്ലേ? XL² ദ ഹോൾ റൂട്ട് എന്നല്ലേ ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരിക? V എത്ര? ഇവിടെ V 100 ആണ്. ഓക്കെ. ഡിവൈഡ് ബൈ R എത്രയാ? 15² ആണ്. പ്ലസ് ബാക്കി എത്രയാ? ഇവിടെ XL എന്ന് പറഞ്ഞാൽ L² ω² അല്ലേ? L² എത്രയാടാ? L² എന്ന് പറയുന്നത് ഇവിടെ L എത്രയാ തന്നുള്ളൂ? 1/6π ദ ഹോൾ സ്ക്വയർ. ഒമേഗ എത്രയാടാ? ഒമേഗ എന്ന് പറയുന്നത് തന്നിട്ടില്ല, പക്ഷെ ഫ്രീക്വൻസി ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2² π². F എത്രയാടാ? F 16 × 60 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയാലും നോക്കാം. ഇത് എളുപ്പമാണ് ചെയ്യാം. ഈ π² ഈ π² കൂടി ഇവിടെ ക്യാൻസലായി പോയി. ഓക്കെ അല്ലേ? 6 10 പോയി, ഒരു 6 കൂടി വേറെ ഈ 10 പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 × 10 എന്ന് വന്നു. ബാക്കിയിൽ എന്താ? 4 2ൻ്റെ സ്ക്വയർ 4, ബാക്കി 2 0, ദാറ്റ് ഈസ് 400 ആണ് വരിക. ഓക്കെ അല്ലേ? മനസ്സിലായി ഇതെങ്ങനെ ചെയ്തെന്ന്? അങ്ങനെയെങ്കിൽ ബാക്കി പറ. ബാക്കി 15ൻ്റെ സ്ക്വയർ എത്രയാ? 15 × 15 എത്രയാ? 525 2 5 7 5 1 5
225. Okay, 225 plus 400, that is 625. Okay അല്ലേ, 625ൻ്റെ റൂട്ട് 625ൻ്റെ റൂട്ട് എത്ര 25. ഓക്കെ അങ്ങനെയാണെങ്കിൽ 100 by 25 വരും, ദാറ്റ് ഈസ് 4 എന്ന് വരും. എളുപ്പമല്ലേ കാൽക്കുലേഷൻ പാട്ടില്ല. ഓക്കെ, കാൽക്കുലേഷൻ പാട്ട് എളുപ്പമാണ്. 400 ഇവിടെ വന്നു, ഇവിടെ 225 വന്നു 225 plus 400 625. 625ൻ്റെ റൂട്ട് 25 ആണ്. അങ്ങനെയാണെങ്കിൽ 100 by 25 വന്നു, ദാറ്റ് ഈസ് 4 ആംപിയർ വിൽ ബി മൈ ആൻസർ. ഓക്കെ അല്ലേ, ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം, നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, നമുക്ക് tan phi കൂടെ കണ്ടുപിടിക്കണം. അവരെന്ത് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. tan phi എന്താടാ, tan phi എന്ന് പറഞ്ഞാൽ XL/R അല്ലേ. XL മൈനസ് XC ബൈ ആർ ആണ്. ഇവിടെ XC ഇല്ലാത്ത കാരണം XL/R എന്ന് എഴുതി. XL എന്താ, XL എന്ന് പറഞ്ഞാൽ L ഒമേഗ ആണ്, ഡിവൈഡഡ് ബൈ R ആണ്. L എത്രയായിരുന്നു ഇവിടെ 1/6 പൈ അല്ലായിരുന്നോ. L എന്ന് പറയുന്നത് ഇവിടെ 1/6 പൈ ആയിരുന്നു. ഓക്കെ, L എന്ന് പറയുന്നത് 1/6 പൈ ആയിരുന്നു. ഓക്കെ, ഒമേഗ എന്ന് പറയാൻ 2π × 60 ആയിരുന്നു. 1/6 പൈ × 2π × 60 ഡിവൈഡ് ബൈ R എത്രയായിരുന്നു, R 15 ആയിരുന്നു അല്ലേ. അങ്ങനെ 6ഉം ക്യാൻസലായി പോയി, പൈയും ക്യാൻസലായി പോയി, 20/15 എന്ന് വരും. 20/15 എന്നാൽ 4/3 ആയിരിക്കും. tan phi എന്ന് പറഞ്ഞാൽ 4/3 ആണ്. phi എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് 4/3 എന്നായിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ 4 ആംപിയർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ. ഓപ്ഷൻ സി അല്ലേ നമ്മുടെ ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The impedance of an LR circuit with L എത്ര തന്നിട്ടുണ്ട്, 16π എന്ന് തന്നിട്ടുണ്ട്. L എത്ര തന്നിരിക്കുന്നത്, 16/π എന്ന് തന്നിട്ടുണ്ട്. R എത്ര തന്നിരിക്കുന്നത്, 80 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 50 തന്നിട്ടുണ്ട്. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ആദ്യം എഴുതുന്നു, തന്നതൊക്കെ എഴുതി വെക്കാം. L = 60/5 മില്ലി ഹെൻറി എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 60/π × 10⁻⁻3. ഇനി എന്താ തന്നെ, R എത്ര തന്നിട്ടുണ്ട്, R 8 എന്ന് തന്നിട്ടുണ്ട്, 8 ഓം എന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്, 50 എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇമ്പീഡൻസ് കണ്ടുപിടിക്കുക, ഇമ്പീഡൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം. Z = √R² + XL - XC the whole square അല്ലേ. ഇവിടെ XC ഇല്ല, അതുകൊണ്ട് അത് പോയി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരും, √R² + XL the whole square എന്ന് വരും. R² എന്ന് പറയുന്നത് ഇവിടെ എത്രയാടാ, R എന്ന് പറഞ്ഞാൽ 64 ആയിട്ട് വരും. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ ഹോൾ സ്ക്വയർ. ഓക്കെ, √64 + L ഒമേഗ ദ ഹോൾ സ്ക്വയർ. 64 + L എത്രയാണ്, 60/π × 60/π. ഒമേഗ എത്രയാണ്, 2π × 2π × F എവിടെ, F 15 × 50 എന്ന് വരും. ഓക്കെ അല്ലേ. പൈ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇവിടെ എത്ര വരിക, 10⁻³ L 10⁻³ ഉണ്ട്, -3 × 10⁻³ വരും. ഓക്കെ അല്ലേ. ഈ 1 2 പിന്നെ 3 4 5 6 ഇത് മൊത്തമായിട്ട് ക്യാൻസലായി പോകും. ഈ 2 × 50 100. അപ്പോൾ അതിൽ 2 0. ഇവിടെ അതേപോലെ 2 അങ്ങനെ ഉണ്ട്. അപ്പോൾ 4 0, 4ഉം ഈ 6 അത്ര 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരും 64 + എത്ര വരും, 36 വരും. ചെയ്ത് നോക്ക് കിട്ടും കേട്ടോ. ഞാൻ പറയുന്നേക്കേണ്ട നല്ല കുട്ടികൾ ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഓക്കെ അല്ലേ. എങ്ങനെയാണെങ്കിൽ 64 + 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് 100. 100ൻ്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും, 10 കിട്ടും. 10 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഡി ആണ്. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, ഡി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ എന്താ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എൻ ഓസിലേറ്റിംഗ് LC സർക്യൂട്ട്, ഒരു LC സർക്യൂട്ട് എടുത്താൽ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് എത്രയാണ്, 1.6. L = 1.6 മില്ലി ഹെൻറി എന്ന് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 4 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. ദ മാക്സിമം ചാർജ് ഓൺ ദ കപ്പാസിറ്റി ഈസ് 4 × 10⁻⁻6 എന്നാണ്. ദ മാക്സിമം കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ, എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്. ഓസിലേറ്റിംഗ് LC സർക്യൂട്ടിൽ 2 തരത്തിലാണ് എനർജി സ്റ്റോർ ആയിരിക്കുക. ഒന്ന് മാഗ്നറ്റിക് എനർജി, ഒന്ന് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ അല്ലേ, ഇതെല്ലാവർക്കും അറിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു നോക്കണേടാ. കപ്പാസിറ്റൻസ്, എനർജി സ്റ്റോറിൻ കപ്പാസിറ്റർ ഞാൻ എന്ത് എഴുതി, ½ × Q² / C എന്ന് എഴുതി. ഓക്കെ അല്ലേ, ½ × Q² / C എന്ന് എഴുതി. ഇനി എനർജി സ്റ്റോർ ഇൻ ദ ഇൻഡക്ടർ ഞാൻ എന്ത് ചെയ്തു, ½ × Li² എന്ന് എഴുതി. ഓക്കെ അല്ലേ. അങ്ങനെയാണ് ഇവിടെ എന്താ ചോദിക്കുക, മാക്സിമം കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാക്സിമം കറണ്ട് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മാക്സിമം കറണ്ട് ഇൻഡക്ടറിൽ വരണമെങ്കിൽ മാക്സിമം ആയ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, അതേപോലെ കപ്പാസിറ്റൻസ്. അതായത് അത് രണ്ടും ഈക്വൽ ആവേണ്ടത്. അതായത്
ഇത് മാക്സിമം ആയാൽ ഇത് ഈക്വൽ ആയാലല്ലേ ഇവിടെ മാക്സിമം ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു യു കപ്പാസിറ്റർ ഈക്വൽ ടു എനർജി ഓഫ് കപ്പാസിറ്റർ എനർജി ഓഫ് ഇൻഡക്ടറിനോട് ഈക്വൽ ആയി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എഴുതാൻ പോവുകയാണ് ഞാൻ ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ഹാഫ് പോയാൽ ഐ സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ എൽ സി എന്നല്ലേ വരിക. ഐ ഈക്വൽ ടു ക്യൂ ബൈ റൂട്ട് എൽ സി എന്നല്ലേ വരിക. ക്യൂ എത്രയാണ്? ക്യൂ 4 ഇൻറ്റു 10⁻⁻6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ 4 ഇൻറ്റു 10⁻⁻6 എന്ന് തന്നിട്ടുണ്ട്. ക്യൂ എത്രയാണ്? 4 ഇൻറ്റു 10⁻⁻6 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൽ എത്രയാടാ? എൽ നമുക്ക് തന്നിട്ട് 1.6 ഇൻറ്റു 10⁻³ എന്നും. സി എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 10⁻⁻6 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എത്ര വരും ഇടാ? എത്ര വരും? 10⁻³ 10⁻⁻9 10⁻10 വരും. അത് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 4 ഇൻറ്റു 16 വെച്ചാൽ എത്ര? 64 വരും. 64ൻ്റെ റൂട്ട് 8. അപ്പോൾ 8 ഇൻറ്റു 10⁻5 അടിയിൽ വരും. മേലെ 4 ഇൻറ്റു 10⁻6 തന്നെ. 4 ക്യാൻസൽ ചെയ്താൽ ഈസ് 1/2. 1/2നെ 10⁻5 10⁻6 ചെയ്താൽ 10⁻1 മേലെ വരും. അതായത് 1/20 വരും. 1/2 എന്ന് പറഞ്ഞാൽ 0.5. അങ്ങനെ വരുമ്പോൾ 15 ഇൻറ്റു മേലെ പോകുമ്പോൾ മേലേക്ക് പോകും. അപ്പോൾ അത് 0.5. ഇതും മേലേക്ക് പോകുമ്പോൾ 15 ഇൻറ്റു 10⁻³ വരും. ദാറ്റ് ഈസ് 50 മില്ലി ആംപിയർ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് വരിക. ചെയ്ത് നോക്ക്. ഓക്കെ അല്ലേ? 50 മില്ലി ആംപിയർ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് 50 മില്ലി ആംപിയർ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? ഒരു 220 വോൾട്ട് 50 ഹെർട്സ് ആൻഡ് എ സി സോഴ്സസ് കണക്റ്റഡ് ടു എ 25 വോൾട്ട് 5 വാട്ട് ലാമ്പിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് R ഇസ് ഇൻ സീരീസ് ടു റൺ ദ ലാമ്പ് അറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ്. ദാറ്റ് വാല്യൂ ഓഫ് R എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇത് സിമ്പിളാണ്. ഈ സംഭവം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? നമ്മൾ I കണ്ടുപിടിക്കുക. ഇവിടെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ഇതിൻ്റെ I കണ്ടുപിടിക്കാൻ പോകണം. 25 വോൾട്ടാണ് ലാമ്പിൻ്റെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ലാമ്പിൻ്റെ 25 വോൾട്ട് ലാമ്പാണ്, 5 വാട്ട് ഉണ്ട്. അങ്ങനെ പവർ ഈക്വൽ ടു VI എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? മാക്സിമം കറണ്ട് ഇവിടെ എത്രയായിരിക്കും? ഇവിടെ മാക്സിമം പവർ എന്ന് എഴുതിയാൽ ഇവിടെ മാക്സിമം കറണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ഈക്വൽ ടു V എത്ര? 25 ഇൻറ്റു I മാക്സ്. അങ്ങനെ 5/25 ദാറ്റ് ഈസ് 1/5 ആയിരിക്കും എൻ്റെ കറണ്ടിൻ്റെ മാക്സിമം കറണ്ട് പോകേണ്ടത്. മാക്സിമം കറണ്ടിനേക്കാൾ കൂടുതൽ പോയാൽ അത് ഫ്യൂസ് ആയി പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടാൻ ഇവിടെ പോകേണ്ടത് എത്രയാണ്? 1/5 ആംപിയർ ആണ്. ഇനി നോക്കണേടാ, ഇത് ഈ കുട്ടികളെല്ലാം തെറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടെ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ ഇവിടെ എടുത്തിട്ടുണ്ടാവും 220 ഇവിടുത്തെ വോൾട്ട് എന്ന് വിചാരിച്ച് 220E ഡിവൈഡ് ബൈ V ഈക്വൽ ടു IR അല്ലേ? അപ്പോൾ V/I ചെയ്യും. 220/1/5 ചെയ്തിട്ട് ആൻസർ എഴുതും. അങ്ങനെയല്ല ഇവിടെ ചെയ്യേണ്ടത്. കാരണം എന്താ? ഇങ്ങനെ വരുമ്പോൾ ഇത് സീരീസ് കണക്ഷൻ അല്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ലേ? ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ബാക്കി കിട്ടുക. ഓക്കെ അല്ലേ? മനസ്സിലായി? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വോൾട്ടേജ് ഇവിടെ കിട്ടുക. അങ്ങനെയാണെങ്കിൽ പറയാം ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? അത് ഇവിടെ തന്നിട്ടുണ്ട് 25 വോൾട്ട് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 220 - 25 അതാണ് എൻ്റെ എഫക്റ്റീവ് V എന്ന് പറയുന്നത്. V ഈക്വൽ ടു IR അല്ലേ? അപ്പോൾ V ഈക്വൽ ടു I എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു. 1/5 ഇൻറ്റു R ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 220 - 25 പറഞ്ഞാൽ 195 ഇൻറ്റു 5 ഈക്വൽ ടു R ആയിരിക്കും. 195 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 5 എന്താ പറയുക? 1000. 1000 ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 പ്രാവശ്യം പോയി 25 പോയി എത്ര? 975 ആയിരിക്കും എൻ്റെ ആൻസർ. 975 ഓം ആയിരിക്കും മൈ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പവർ വെച്ചിട്ട് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിച്ചു. ഇനി ഈ കറണ്ട് എന്ത് ചെയ്യും? ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികളെല്ലാം തെറ്റിക്കുന്നത് ഈ പൊട്ടൻഷ്യൽ വെച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള പൊട്ടൻഷ്യൽ ഇവന് കിട്ടും. ഓക്കെ അല്ലേ? ഇതൊരു പാരലായിരുന്നെങ്കിലോ? ഇത് പാരലാണെങ്കിൽ ഒന്നുമില്ല, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ തന്നെ ഇവിടെയും കിട്ടിയത്. ഓക്കെ അല്ലേ? അവിടെ എന്താണ്? അത് പാരൽ കണക്ഷനാണ്. ഇത് സീരീസ് കണക്ഷൻ ആയ കാരണമാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ? നോക്കാം. ഒരു 10 ohm, ഓക്കെ, ഒരു 10 ohm ഉണ്ട്. 20 മില്ലി ഹെൻറി കോയിൽ ക്യാരിയിങ് കൺസ്റ്റന്റ് കറണ്ട് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി എത്ര? 20 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ത്രൂ എ സ്വിച്ച് ഈസ് ഓപ്പൺഡ് കറണ്ട് ബിക്കം 0 in 100 മൈക്രോ സെക്കൻഡിൽ. ഓക്കെ, ദ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിലാണ് ചോദിക്കുന്നത്. ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിക്കുന്നത്. ഇത് AC ക്വസ്റ്റ്യൻ അല്ല, എന്നാലും നമുക്ക് ചെയ്യാം. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാം? ഓക്കെ, നോക്കാം എന്താ ചെയ്യാം നോക്കാം.
എന്താണ് ഇവിടെ പറയുന്നത് നോക്കിക്കോ. റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ എത്രയാണ്? 10 ഓം തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് കോയിൽ 10 ഓം തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ്? 20 വോൾട്ട് എന്ന് തന്നിട്ടില്ലേ? ടൈം എത്രയാണ്? ടൈം തന്നിരിക്കുന്നത് അതായത് 100 മൈക്രോ സെക്കൻഡിൽ 0 ആവുന്നു എന്നാണ് പറഞ്ഞത്. അതായത് 100 × 10⁻⁶ എന്ന് എഴുതി. ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എത്രയാണ്? ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എത്രയാണ്? 20 മില്ലി ഹെൻറി. ദാറ്റ് ഇസ് 20 × -3 10⁻³ എന്ന് എഴുതി. ഫൈനൽ ആദ്യത്തെ ഫ്ലക്സ് ഇതാണ്. ഫൈനൽ ഫ്ലക്സ് എന്തായിരിക്കും? ഫൈനൽ ഫ്ലക്സ് എന്ന് പറയുന്നത് φ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയി മാറും അല്ലേ? ഓക്കെ അല്ലേ? കാരണം എന്താ, അത് കറണ്ട് പിന്നെ ഇല്ലല്ലോ, സ്വിച്ച് ഓപ്പൺ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഫ്ലക്സ് ആദ്യത്തെ φ1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? φ = Li എന്നല്ലേ ചെയ്യുക. Li എന്താണ് ഇവിടെ? Li കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ ഐ തന്നിട്ടില്ല. ഐക്ക് വരെ ഇവിടെ തന്നിട്ടുണ്ട്. V = IR വെച്ച് കണ്ടുപിടിച്ചൂടെ? അതിൽ V/R തന്നിട്ടില്ലേ? അപ്പോൾ L × V/R എന്ന് ഞാൻ LV/R എന്ന് എഴുതി. L എത്രയാണ്? 20 × 10⁻³ ആണ്. V എത്രയാണ്? V എന്ന് പറയുന്നത് 20 ആണ്. ഡിവൈഡ് ബൈ R എത്രയാടാ? R എന്ന് പറയുന്നത് ഇവിടെ 10 തന്നെയാണ് അല്ലേ? 10 ഓം അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? R എന്ന് പറയുന്നത് 10 ആണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 × 2 4 വരും. പിന്നെ ഇതും ക്യാൻസൽ ആയി പോയാൽ ഇതും 4 × 10⁻² എന്ന് വരും. ഓക്കെ അല്ലേ? 4 × 10⁻² വെബർ എന്ന് വരും. ഫൈനൽ ഫ്ലക്സ് എന്താ? ഫൈനൽ ഫ്ലക്സ് φ1 കിട്ടി. φ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് I = 0. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താ? φ2 - φ1 ബൈ ഇനീഷ്യൽ ഫ്ലക്സ് φ1 - φ ഫൈനൽ ബൈ ∆T അല്ലേ? ഇവിടെ φ1 എന്താണ്? 4 × 10⁻² -0 ഡിവൈഡ് ബൈ ടൈം എത്രയാടാ? 100 × 10⁻⁻6 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളേ, 4 × എത്ര വരും? 4 × 100 ഇതും 10 മേലെ പോകുമ്പോൾ ഇത് വരും 10⁻² വരും. 10⁻² 4 × 100 അതായത് 400 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, 400 ആയിരിക്കും എനിക്ക് ഒരു 400 വോൾട്ട് ആയിരിക്കും എനിക്ക് വരേണ്ടത്. ഓക്കെ, EMF എത്ര ആയിരിക്കും? 400 വോൾട്ട് ആയിരിക്കും. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേടാ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? മനസ്സിലായില്ലേ? ചെയ്യാൻ എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ? കൺസിഡർ എ പ്യുവർ inductive AC circuit is shown in the figure. If the average power consumed is P, then പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. എന്താണ്? നമുക്കറിയാം എന്തായിരിക്കും ആൻസർ? പവർ 0 ആയിരിക്കുന്നത്. പവർ കൺസ്യൂംഡ് 0 ആയിരിക്കുന്നു. നമ്മൾ തിയറിയിലൊക്കെ ഇത് പറിച്ചു വെച്ചാണ്. എങ്ങനെയാണ് വന്നത്? കാരണം P = VRMS IRMS cos φ എന്നല്ലേ വരുന്നത്. VRMS × IRMS cos φ. ഇവിടെ cos φ എത്രയാണ്? കറണ്ടും വോൾട്ടേജും ലാഗ് ചെയ്യുന്നു. എത്ര? 90 ഡിഗ്രി. അപ്പോൾ cos 90 വരും. cos 90 എന്ന് പറഞ്ഞാൽ 0. അങ്ങനെയാണെങ്കിൽ പവർ 0 ആയി പോകും. ഇങ്ങനെയാണ് ഇവിടെ പവർ 0 ആയി പോകുന്നത്. പവർ കൺസ്യൂംഡ് പവർ 0 ആയി പോകുന്നു. ഓക്കെ അല്ലേ? ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. പ്യുവർ ഇൻഡക്ടർ ആയാലും പ്യുവർ കപ്പാസിറ്റർ ആയാലും അത് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ആവറേജ് പവർ കൺസ്യൂംഡ് 0 ആയി പോകും. ഓക്കെ അല്ലേ? അങ്ങനെ എൻ്റെ ആൻസർ ഏതാ വരിക? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആയിരിക്കും. ഓപ്ഷൻ C വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയാലോ? നമുക്ക് നോക്കാം. an AC source of angular frequency omega എന്ന് പറയുന്നു is fed across a resistor R and a capacitor CE in series. Okay, the current flowing in the circuit found to be I. എന്താണ്? ഇപ്പോഴുള്ള കറണ്ട് എന്താണ്? I എന്ന് പറഞ്ഞു. Now the frequency of the source is changed to ω/3. ഇവിടെ ഫ്രീക്വൻസി ഒമേഗയിൽ നിന്ന് ചേഞ്ച് ആയി. അപ്പോൾ എന്താവും? കറണ്ട് മാറണ്ടേ? ഓക്കെ, ഇനി എന്ത് പറയുന്നത്? കറണ്ട് ഇൻ ദ സർക്യൂട്ട് is found to be halved. ഓക്കെ ആണോ? അപ്പോൾ കറണ്ട് എന്തായി? I ആയിരുന്നു I/2 ആയി മാറി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റിയാക്ടൻസ് ടു ദ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അതായത് XL/R ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? റിയാക്ടൻസ് ബൈ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഡിവൈഡ് ബൈ R. XL അല്ലേ? ഇവിടെ C കപ്പാസിറ്റർ ആണ്. അപ്പോൾ XC ആണ് കേട്ടോ. XC/R ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചെയ്താലോ? നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോട്ടോ. ആദ്യം RC സർക്യൂട്ടിൽ I എന്താണ്? I എന്ന് പറഞ്ഞാൽ VRMS ഡിവൈഡഡ് ബൈ Z അല്ലേ? Z അല്ലേ? ഇവിടെ Z എന്താണ്? ഇവിടെ Z എന്ന് പറഞ്ഞാൽ R² പ്ലസ് XC ദ ഹോൾ സ്ക്വയർ അല്ലേ? XC ദ ഹോൾ സ്ക്വയർ റൂട്ട് അല്ലേ? അങ്ങനെയാണ് ഞാൻ ഇതിനെ ഒന്നുകൂടി എഴുതുന്നു. VRMS ഡിവൈഡഡ് ബൈ R² പ്ലസ് 1/C ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? C ഒമേഗ ദ ഹോൾ സ്ക്വയർ റൂട്ട് എന്ന് എഴുതി. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ C² ഒമേഗ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ നോക്കിയോടെ, ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ VRMS ഡിവൈഡഡ് ബൈ R² C² ഒമേഗ സ്ക്വയർ
പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നല്ലേ വരിക. ഓക്കെ അല്ലേ? സി സ്ക്വയർ ഒമേഗ സ്ക്വയർ ഹോൾ റൂട്ട് എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഈ സി സ്ക്വയർ ഒമേഗ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ അത് മേലേക്ക് പോകും. വി ആർ എം എസ് ഇൻറ്റു സി ഒമേഗ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു, ഹോൾ റൂട്ട്. ഓക്കെ അല്ലേ? ഇത്ര കാര്യം മനസ്സിലായി? എളുപ്പല്ലേടാ? ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇതെന്താ, ഇത് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഇതിലധികം കൺസെപ്റ്റുകളൊന്നുമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതെന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിക്കാമെന്നാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി. ഇനി എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ട് വെക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ഐ ഈക്വൽ ടു എന്ന് എഴുതി. ഇനി അവർ പറഞ്ഞു എന്താ പറഞ്ഞത്, ഒമേഗനെ അവരെന്ത് ചെയ്തു, ω/3 ആക്കി. അന്നേരം ഐ എന്തായി മാറി, I/2 ആയി എന്ന് മാറി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്, ω3/3 ആയപ്പോൾ ഐ എന്തായി, I/2 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് എഴുതാൻ പോകുന്നു. I/2 ഈക്വൽ ടു VRMS ഇൻറ്റു ω/3c. എടാ ഫസ്റ്റ് മുതൽ ഇങ്ങനെ ചെയ്താലും ഇതന്നെ കിട്ടുക. ഇനി ഞാൻ ഇവിടെ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുതൽ ഇങ്ങനെ എഴുതി നോക്കാം, അതേപോലെ തന്നെ വരുള്ളൂ. ഓക്കെ അല്ലേ? ω/3 വന്നു, ആർ സ്ക്വയർ ഇൻറ്റു ω²/3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? സോറി, ω²/3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു, ഹോൾ റൂട്ട്. ഓക്കെ അല്ലേ? ഹോൾ റൂട്ട് എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിന് എഴുതിയടാ, ഇനി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ I/2 ഈക്വൽ ടു VRMS ഇൻറ്റു സി ഒമേഗ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു, ഈ 9 ഇങ്ങോട്ടേക്ക് കൊടുത്തു. 9 എന്ത് ചെയ്തു, /3 ഉണ്ട് അവിടെ, ω/3 ഉണ്ട്. ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 9 റൂട്ട്. ഈ 9ന്റെ റൂട്ട് മേലെ പോവും, അപ്പോൾ ഈ 3യും ആ 3യും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ഇങ്ങനെ വന്നില്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ അത് മനസ്സിലായി. അതായത് ഇപ്പോൾ ഈ ω1/3 ഇവിടെ ഉണ്ട്, ഇനി ഇവിടെ ഒരു ഹോൾ 9 ഉണ്ട്, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു 1/3, ഇവിടെയും 1/3 എന്നല്ലേ. ഇത് 1/3 മേലെ പോകുമ്പോൾ × 3 വരും, ആ 3യും കൂടി ക്യാൻസലായി പോകും ഇവിടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമതായിട്ട് ഇങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? രണ്ടാമതായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷനായിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ, ഡിവൈഡിങ് ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടാൻ നോക്കിക്കോ, ഇവിടെ I/2 ഈക്വൽ ടു. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഐൻ്റെ അവിടെ ഉള്ളത് VRMS സി ഒമേഗ ഡിവൈഡഡ് ബൈ എന്തുണ്ടടാ, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ റൂട്ട് എന്നില്ലേ. ഇനി ഇവിടെ വരുമ്പോൾ എന്താണ് ഉള്ളത്, VRMS സി ഒമേഗ മേലെ എന്താണ് വരിക, മേലെ എന്ത് വരും, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 9 ഹോൾ റൂട്ട് എന്ന് വരും. VRMS സി ഒമേഗ പോയി. അങ്ങനെ വരുമ്പോൾ 2 ഈക്വൽ ടു ഐയും പോയാൽ 2 ഈക്വൽ ടു എന്ന് വരും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു. 1 എന്നല്ലേ വരിക. ആ റൂട്ടിന് ഞാൻ ഈ റൂട്ട് ഹോൾ റൂട്ട് ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 4 ഈക്വൽ ടു അല്ലേ, 4 ഈക്വൽ ടു എന്ത് വരും, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 9 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇനി ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ 4r സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 9 എന്ന് വരും. 4 ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരുന്ന 3r സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 4 അങ്ങോട്ടൊക്കെ 5 എന്ന് വരും. അങ്ങനെയല്ലേ വരിക, 4 വരും, ഇവിടെ 3 ഇവിടെ മൈനസ് വരും, 4 എന്ന് പറഞ്ഞാൽ 3, ഇതങ്ങോട്ട് വരുമ്പോൾ 5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നോക്കണേടാ, ഇപ്പോൾ 5/3 എന്നല്ലേ. ഈ സി സ്ക്വയർ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആറിനെ ഞാൻ സി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഈക്വൽ ടു സി ഒമേഗ. അപ്പോൾ എക്സ് സ്ക്വയർ അല്ലേ സി ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ എക്സ് സി സ്ക്വയർ ഈക്വൽ ടു 5/3 എന്ന് ഞാൻ എഴുതി. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരുന്നത്, ഇവിടെ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നു നോക്കി നോക്കിയേ, XC/R ആണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇപ്പോൾ ഫോമിൽ എഴുതുക, XC/R ആവണമെങ്കിൽ ഇവിടെ സോറി എന്താണെന്ന് വെച്ചാൽ XC ഈക്വൽ ടു 1/C ഒമേഗ എന്നല്ലേ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും, ആർ സ്ക്വയർ ബൈ XC ഹോൾ സ്ക്വയർ അല്ലേ വരിക. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറഞ്ഞായിരുന്നോ, നോക്കാം. അതായത്
എന്താണ് നമുക്കിവിടെ കിട്ടിയത്? നമുക്കിവിടെ കിട്ടിയത് നോക്കാം. എൻ്റെ എക്സ് സി എന്ന് പറഞ്ഞാൽ 1/c ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ സി ഒമേഗ എന്ന് പറഞ്ഞാൽ 1/xc അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? r² ഒമേഗ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 3/5 എന്നാണ് വന്നിരിക്കുന്നത്. ആർ സ്ക്വയർ വിട്, ഇവിടെ എന്താണ് CO² ഒമേഗ സ്ക്വയർ എന്നില്ലേ? അതായത് r² 1/xc ദ ഹോൾ സ്ക്വയർ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? 3/5 എന്നതിൻ്റെ അർത്ഥം. എനിക്ക് എന്താ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എനിക്കിവിടെ കാണാൻ പറഞ്ഞത് xc/r ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ xc²/r² ഈക്വൽ ടു നേരെ അങ്ങോട്ട് കൊണ്ട് 5/3 എന്ന് വരില്ലേ? xc/r എന്ന് പറഞ്ഞാൽ √5/3 എന്നല്ലേ എനിക്ക് ആൻസർ വരേണ്ടത്. മനസ്സിലായോ? റൂട്ട് 5/3 എന്നല്ലേ വരിക. നമുക്ക് 3 ഇങ്ങോട്ട് വരുമ്പോൾ √5/3 എന്നല്ലേ വരിക. ഓക്കെ അല്ലേ? നോക്കട്ടെ ഇവിടെ നിന്ന് 5/3 എന്നുണ്ടോ? 3/5 ആണല്ലേ. എവിടെ നമ്മൾ ചെയ്തത്? എന്തോ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ ഇവിടെ ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. എന്താണ് വരിക നോക്കി. ഓക്കെ, ഇവിടെ 5 നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ എന്തായി? 3/5 എന്ന് എഴുതിയത്. അതായത് ഇവിടെ എന്താ വരിക? 5/3 ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ വരേണ്ടത് 5/3 എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ 5/3 ആവും. ഓക്കെ അല്ലേ? 3/5 ഉള്ളത് 5/3 ആവും. ഇവിടെ 5/3 അപ്പോൾ ഇവിടെ 3/5 ആവും. അപ്പോൾ ഇവിടെ 3/5 ആവും. നേരെ തിരിച്ചെഴുതിയാടാ, ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ സെയിം ആണ്. 3/5 എന്നാൽ √3/5 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് വിൽ ബി ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഒന്നുകൂടി ചെയ്ത് നോക്കാം, ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താ നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ആദ്യം I = VRMS/Z എന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ω3 ആയപ്പോൾ I/2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? I 1/2 ചെയ്തു. 1/2 ചെയ്തു. ഇത് ഇക്വേഷൻ 1 ആക്കി എടുക്കുക, ഇത് ഇക്വേഷൻ 2 ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ 1/2 ചെയ്താൽ എനിക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 4 വന്നു. ഈ 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 വരും. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 5 വരും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5/3 വരും. ഇങ്ങനെ ഇതിനെ ചെയ്താൽ നമുക്ക് √3/5 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ സാറാണ്. ചെയ്തെത്തിക്കുക എന്നുള്ളതാണ് ആകെയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? The reactance of an inductor. ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് അറ്റ് 50 ഹെർട്സിൽ. ഫ്രീക്വൻസി എന്താണ് ഇവിടെ? 50 ഹെർട്സ് എന്ന് തന്നല്ലേ? എത്രയാണ്? XL എത്ര? 10 ഓം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 10 ഓം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the reactance of it at 200 ഹെർട്സ് ആണ് ചോദ്യം. ഓക്കെ ആണ്. 200 ഹെർട്സിൽ എന്തായിരിക്കും? XL എന്ന് പറഞ്ഞാൽ എന്താടാ? XL is L ഒമേഗ എന്ന് പറഞ്ഞാൽ L × 2πf അല്ലേ? ഇവിടെ നോക്കേ, L കോൺസ്റ്റന്റ്, 2ഉം പൈയും കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് XL പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി. XL1 divided by XL2 equal to F1/F2 എന്ന് ഞാൻ എഴുതിയാൽ XL1 എത്രയായിരുന്നു? റിയാക്റ്റൻസ് എത്രയായിരുന്നു? 10 ഡിവൈഡഡ് ബൈ x ഈക്വൽ ടു ഫ്രീക്വൻസി ആദ്യം 50 ആയിരുന്നു, ഡിവൈഡഡ് ബൈ രണ്ടാമത് 200 ആക്കിയപ്പോൾ എത്രയായി എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 10 പോയി 40 എന്നൊരു ഉത്തരമുണ്ടോ? ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ, ബി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. if 120 വോൾട്ട് 60 ഹെർട്സ് AC വോൾട്ടേജ് 120 വോൾട്ട് 60 ഹെർട്സ് AC വോൾട്ടേജ് is applied to an LR circuit having R equal to 100 L equal to 2 then current in the circuit ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്ത് കിട്ടിയാലും ആദ്യം നമുക്ക് തന്നതൊക്കെ എഴുതിയിരിക്കാം. ഇവിടെ V എത്ര തന്നിട്ടുണ്ട്? 120 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര? 60 എന്ന് തന്നിട്ടുണ്ട്. R എത്ര തന്നിട്ടുണ്ട്? R ഇവിടെ 100 എന്ന് തന്നിട്ടുണ്ട്. L എത്ര തന്നിട്ടുണ്ട്? 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കുന്നത് എന്തായാലും ഇംപീഡൻസ് കണ്ടുപിടിച്ചേ പറ്റും. ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ √R² + XL - XC ആയിരുന്നു. ഇവിടെ XC കപ്പാസിറ്റർ ഇല്ലാത്തത് കൊണ്ട് R² + XL the whole square ആയി മാറും. എത്ര പറഞ്ഞു? Z equal to R² + XL - XC the whole square റൂട്ട് ആണ്. ഇവിടെ XC ഇല്ല, അപ്പോൾ R² + XL the whole square റൂട്ട് ആണ്. മറക്കരുത്. ഒരുപാട് പ്രാവശ്യമായി നമ്മൾ ചെയ്യുന്നു. അടുത്തത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ Z കണ്ടുപിടിക്കാൻ R എത്രയാണ് വരുന്നത്? R എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100ന്റെ സ്ക്വയർ പ്ലസ് XL എന്ന് പറഞ്ഞാൽ L എത്രയാണ്? 2 × 2πf 2 സ്ക്വയർ പൈ സ്ക്വയർ എഫ് എത്രയാണ്? ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ 60 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇൻറ്റു ഹോൾ റൂട്ടായിട്ട് വരും. ഇത് എത്ര വരും? ഇവിടെ 100 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 × 4 16 ഇവിടെ വരുമ്പോൾ 6 2 × 2 4 4 × 4 16 × 6 എന്ന് പറയുമ്പോൾ
16 into 6 2 4 224 എന്ന് വരുമ്പോൾ 240 അല്ലേ 240 അല്ലേ വരിക ഓക്കെ അല്ലേ 240 2 into 2 4 240 the pi the whole square ഓക്കെ ഇങ്ങനെ വരിക 240 by the whole square വരും ഓക്കെ അല്ലേ ഇനി പൈ എന്ന് പറഞ്ഞാൽ എത്ര പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ് 22 അപ്പോൾ 240 into 240 into pi into പൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു 22 into 22 into 22 ഡിവൈഡ് ബൈ 7 into 7 എന്ന് എഴുതി ദ ഹോൾ സ്ക്വയർ എന്ന് അല്ല ഹോൾ സ്ക്വയർ കളഞ്ഞു ഇവിടെ 7 into 49 അതായത് ഈ 24ൻ്റെ ഡബിളായിട്ട് 2ൻ്റെ അടുത്ത് വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഓൾമോസ്റ്റ് ഇത് ചെയ്ത് വരുമ്പോൾ 100 സ്ക്വയർ പ്ലസ് എത്ര വരും ഇവിടെ ഒരു ഏകദേശം ഒരു എത്ര വരും അപ്പോൾ നമ്മൾ നോക്കുക ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല ഞാൻ നോക്കുന്നു ഇവിടെ എത്ര വരും എന്നറിയണം മക്കളെ ഇവിടെ ഏകദേശം ഒരു 760യുടെ അടുത്തായിട്ട് വരും ഓക്കെ അല്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ അതിനുള്ള ടൈം ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്യുക 760യുടെ അടുത്തായിട്ട് ഇതിൻ്റെ റൂട്ട് വരും ഓക്കെ അല്ലേ 760യുടെ അടുത്തായിട്ട് ഇതിൻ്റെ റൂട്ട് വരും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഐ എത്രയാണ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് V/Z അല്ലേ ഐ എത്രയാണ് V/Z ആണ് വി എത്രയാണ് ഇവിടെ നമുക്ക് കിട്ടി ഇവിടെ ഉണ്ട് എത്ര 120 ആണ് നമുക്കറിയാം അല്ല 120/Z എത്രയാണ് 760 ആണ് 760/7 പോയി 12 ഏകദേശം എത്ര വരും ഇവിടെ 120ലേക്ക് പോകുമ്പോൾ ഏകദേശം 0.1 പിന്നെ ഒരു 0.16 ആംബിയർ ആയിട്ടായിരിക്കും എനിക്ക് ആൻസർ കിട്ടുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ബി വിൽ ബി മൈ കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേടാ ഓക്കെ ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്റർ ആർ എത്രയാണ് 300 ഓം ആണെന്ന് പറയുന്നു എൻ്റെ കപ്പാസിറ്റർ C = 25 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നു ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ 50 വോൾട്ട് 50 പൈ ഹേർട്സ് AC സോഴ്സ് ദ ആവറേജ് പവർ ഡെസിപ്പേറ്റഡ് ആണ് ചോദ്യം അപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് തന്നതൊക്കെ എഴുതി വെക്കാം ഞാൻ ആദ്യം എഴുതി വെക്കുന്നു എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ 300 ആണെന്ന് തന്നിട്ടുണ്ട് കപ്പാസിറ്റർ C എന്ന് പറഞ്ഞാൽ 25 മൈക്രോ ഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട് ബാക്കി പിന്നെ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് 25 മൈക്രോ ഫാരഡ് തന്നിട്ടുണ്ട് പിന്നെ വി ഇവിടെ തന്നിട്ടില്ലേ വി എത്ര വി എന്ന് പറയുന്നത് ഇവിടെ വി എന്ന് പറയുന്നത് 50 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട് അതേപോലെ ഫ്രീക്വൻസി 50/π ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ അല്ലേ ഇത് ആവറേജ് പവർ ഡെസിപ്പിറ്റേറ്റർ ആണ് കാണാൻ പറയുന്നത് ഓക്കെ ഒരു സിമ്പിൾ കാര്യമാണ് ആവറേജ് പവർ ഡെസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നമ്മൾ എൻ്റെ ഇക്വേഷൻ എഴുതുക ആവറേജ് പവർ ഡെസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ VRMS IRMS ഇൻറ്റു cos φ ആണ് അങ്ങനെയാണെങ്കിൽ VRMS എന്ന് പറഞ്ഞാൽ V0/√2 I0/√2 cos φ ആണ് cos φ എന്ന് പറഞ്ഞാൽ R/Z ആണ് അപ്പോൾ R/Z ഇത് ചെയ്താൽ നമുക്ക് ആവറേജ് പവർ ഡെസിപ്പിറ്റേറ്റഡ് കിട്ടും ഓക്കെ അല്ലേ അല്ലേടാ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ഇങ്ങനെ I0 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം Z കണ്ടുപിടിക്കണം Z കണ്ടുപിടിച്ചാലോ ആദ്യം Z കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്നു Z =√R². ഇത് എന്ത് സർക്യൂട്ടാ റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ളൂ അപ്പോൾ XC the whole square R ഇവിടെ എത്രയാ 300 സ്ക്വയർ പ്ലസ് XC എത്രയാടാ XC എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ് 1/25 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു F എത്ര 50/π ആണ് വരിക ഓക്കെ അല്ലേ 50/π എന്ന് വരും പൈ ക്യാൻസൽ ചെയ്ത് 2 ഇൻറ്റു 100 വരും 10⁻⁴ വരും 10⁴ മേലെ വരും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു 10⁴ divided by 25 the whole square or root എന്ന് വരും ഓക്കെ അല്ലേ whole square root എന്ന് വരും അങ്ങനെയാണെങ്കിൽ എഴുതുന്നു 300 സ്ക്വയർ പ്ലസ് 100 ക്യാൻസൽ ആയി പോയാൽ ഇത് 100 ഇൻറ്റു 100 എന്ന് ഞാൻ എഴുതി ഡിവൈഡ് ബൈ 25 എന്ന് എഴുതി 400 ഇൻറ്റു 400 ഓക്കെ അല്ലേ 400 ഇൻറ്റു 400 വരും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ 400ൻ്റെ സ്ക്വയർ 300 സ്ക്വയർ പ്ലസ് 400ൻ്റെ സ്ക്വയർ ഓക്കെ അല്ലേ റൂട്ട് എന്ന് വരും അത് എത്ര വരും 303 എന്ന് പറഞ്ഞാൽ 16 4 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 9 16 25 അപ്പം വരുമ്പോൾ നമുക്ക് എത്ര 500 ഓം വരും ഈ 2500 അല്ലേ വരിക അല്ല 25000 അല്ലേ വരിക അങ്ങനെയാണ് 25 0 വരും അപ്പോൾ 500 വരും ഓക്കെ അല്ലേ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി നെറ്റ് ഇംപീഡൻസ് ഈ 500 എന്ന് കിട്ടി ഇനി നോക്കുക ഇനി എന്താ അവിടെ പറയുന്നത് ഇനി നമുക്ക് എന്താണെടാ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം ഓക്കെ അല്ലേ I0 എന്ന് പറയുന്നത് എന്തായിരിക്കുമോ V0/Z അല്ലേ V0 ഇവിടെ എത്രയാണ് 50 ആണ് ബൈ 500 ചെയ്താൽ നമുക്ക് 0.1 ആംബിയർ കിട്ടും ഇനി എന്ത് ചെയ്യുക എനിക്കിപ്പോൾ എല്ലാം കിട്ടി I0 കിട്ടി E0 കിട്ടി ഒക്കെ ഉണ്ട് ഇനി നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എൻ്റെ ആൻസറാവും V0 എന്ന് പറയുന്നത് 50 ഡിവൈഡ് ബൈ √2 ഇൻറ്റു
I0 എന്ന് പറയുന്നത് 0.1 ഡിവൈഡ് ബൈ √2. R എന്ന് പറയുന്നത് എത്ര 300, Z എന്ന് പറയുന്നത് 500 അല്ലേ കിട്ടുക. അങ്ങനെ ഇത് രണ്ടും കൂടി 2, ഇവിടെ 500 പോയി, ഇവിടെ 10, ഇവിടെ 5 വീണ്ടും വരും, ഈ 1/10 അവിടെ 2. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആൻസർ വരും 1.5 എന്ന് വരും. ഇത് 1/10 0.2, ഇത് 0.5, അപ്പോൾ 3/2 1.5 ആയിട്ട് 1.5 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒരു 50 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്. ഈസ് കണക്റ്റഡ് ടു 110 വോൾട്ട് 60 ഹെർട്സ് AC സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു. ഡിറ്റർമൈൻ ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നാണ് ചോദ്യം. ഈ കഥയിലെ RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കപ്പാസിറ്റൻസ് എത്രയാണ്? ഇവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 50 മൈക്രോ ഫാരഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ട് എത്രയാടാ? ഇവിടെ വോൾട്ട് 110 വോൾട്ടാണ്. 110 വോൾട്ടാണ്. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന 60 ഹെർട്സ് ആണ്. ആദ്യത്തെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ XC കണ്ടുപിടിക്കുക. 1/C ഒമേഗ എത്രയാണ്? 1/C എന്ന് പറഞ്ഞാൽ C × 2πf വരും. അതെത്ര വരിക? C എത്രയാണ്? 1/15 × 10⁻⁻6 ഇൻറ്റു 2 × π × f എത്രയാണ്? 60 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ XC എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? RMS വാല്യൂ ഓഫ് ദ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. RMS വാല്യൂ എന്താ ചെയ്യുന്നത്? I = V എന്ത് ചെയ്താൽ മതി? XC ചെയ്താൽ മതി. അതായത് 110 ഡിവൈഡഡ് ബൈ 1 എത്ര വരും? അത് മേലോട്ട് പോകും. ഇൻറ്റു 15 × 10⁻⁻6 ഇൻറ്റു 2π × 60 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്താൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എഴുതുന്നു ഞാൻ 110 1 2 3 10⁻³ ആവും. 11 × 5 × 10⁻³ ഇൻറ്റു 2 × പൈക്ക് ഞാൻ 3.14 എന്ന് കൊടുത്താൽ 3.14 × 6 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 55 110 60 × 3 എത്ര വരും? 60 × 3 എന്ന് പറയുമ്പോൾ 118 പ്ലസ് വരും. അത് 2000-ൻ്റെ അടുത്ത് വരും. 2100-ൻ്റെ ഒക്കെ അടുത്ത് 2100 റേഞ്ചിൽ വരിക. അത് 2100 റേഞ്ച് വരും. അത് 3 പോയിന്റ് എടുത്താൽ 2.1 ആംബിയർ എന്ന് ഏകദേശം 2.1 ആംബിയറിൻ്റെ അടുത്ത് കിട്ടും. ഓക്കെ അല്ലേ? അല്പം ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ചൂസ് ദ കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്. അയ്യോ, ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ടു ദ കറന്റ് ലീഡ്സ് ബൈ ദ വോൾട്ടേജ്. ഇത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? കറന്റ് ലാഗ് ആണ് ചെയ്യാന്ന് നമുക്ക് കണ്ണോടിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. നമുക്ക് മറ്റേതെല്ലാം നോക്കാം. ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് limit the current in a purely inductive circuit. കറക്റ്റ് ആണ്. The average power supplied to the inductor 0 ആയിരിക്കണം. or 1 complete 0 ആണ്. The inductive reactance is directly proportional to the frequency of current XL = L omega L × 2πf നമ്മൾ ചെയ്തതാണ്. ഇതും കറക്റ്റ് ആണ്. The EMF of the source and current oscillate symmetrically about 0 value. അതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആയിരിക്കും എൻ്റെ തെറ്റ്. The current leads the voltage by pi/2 അല്ല. In a pure inductive circuit the current lag ആണ്. lag behind the voltage by an angle of pi/2 എന്നാണ്. അതായത് കറന്റ് ലീഡ് ദ വോൾട്ടേജ് ആണ്. ലീഡ് ദ വോൾട്ടേജ് എന്ന് തെറ്റ്. ലീഡ് ദ വോൾട്ടേജ് എന്ന് പറയുന്നത് തെറ്റുത്തരമായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ഫാക്ടർ ഓഫ് RL സർക്യൂട്ട് ഈസ് 1/√3 എന്ന് പറയുന്നു. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുതണം cos ∅ = 1/√3. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നിട്ടുണ്ട് 2 ഓം ആണ്. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലേ? XL തന്നിട്ടുണ്ട്. XL എന്ന് പറഞ്ഞാൽ 2 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ എഴുതുന്നു. എന്താ എഴുതുന്നത്? Z ആദ്യം നമ്മൾ എഴുതാം. Z = √R² + XL². ഓക്കെ അല്ലേ? അതേ ഈക്വൽ അത് കണ്ടുപിടിക്കുമ്പോൾ cos ∅ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും. cos ∅ = R/Z എന്ന് എഴുതും. അതായത് 1/√3 എന്ന് എഴുതി. R/R² + XL² = 1/√3 എന്നല്ലേ ഞാൻ എഴുതുന്നത്. ഓക്കെ അല്ലേ? 1/√3 എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് പിടിച്ചിട്ട് XL എന്ന് പറഞ്ഞാൽ എന്താടാ? XL എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഓക്കെ അല്ലേ? 2 അല്ലേ? അല്ലെങ്കിൽ എന്ത് നേരെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും മതി. √3 × R = R² + XL². ഈ സ്ക്വയർ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ 3R = R² + XL². 2R². ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലേ?
ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ ആർ സ്ക്വയർ ആയിപ്പോൾ 2r സ്ക്വയർ ഈക്വൽ ടു XL സ്ക്വയർ എന്ന് വന്നു. ഇങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ഈക്വൽ ടു XL സ്ക്വയർ ബൈ 2 എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു XL ബൈ √2 എന്നല്ലേ വരിക. XL എന്താണ്? XL ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് 2 ബൈ √2 ദാറ്റ് ഈസ് √2 വിൽ ബി മൈ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ അല്ലേ? √2 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. ദാറ്റ് ഈസ് മൈ ബി ഈസ് മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An inductor coil is connected to a capacitor. ഒരു ഇൻഡക്ടർ കോയിൽ എന്ത് ചെയ്യുന്നത്? ഒരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൻ AC സോഴ്സ് ഓഫ് RMS വോൾട്ടേജ് 8 വോൾട്ട് ഇൻ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരയ്ക്കുന്നു. ഇൻഡക്ടർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? The RMS current in the circuit is 16. It is in phase with EM. If this inductor coil is connected to a DC battery, ഒരു DC ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റെറി കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു AC കണക്ട് ചെയ്തു. അപ്പോൾ 16 ആയിരുന്നു എന്നാണ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എഴുതുന്നു RMS വോൾട്ടേജ് ഓഫ് AC സോഴ്സ് VRMS എത്രയാടാ? VRMS ഇവിടെ 8 ആണ് തന്നിട്ടുണ്ട് അല്ലെ? 8 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ IRMS എത്രയായിരിക്കും? IRMS ഇവിടെ എത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, IRMS ഇവിടെ 16 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇംപീഡൻസ് കണ്ടുപിടിക്കുക. ഇംപീഡൻസ് എന്താണ്? VRMS ബൈ IRMS ചെയ്താൽ മതി അല്ലേ? Z ആണ് ഇത്, Z ആണ്. Z ഇംപീഡൻസുകൾ VRMS ബൈ IRMS അത്ര 8/16 ദാറ്റ് ഈസ് 1/2 ദാറ്റ് ഈസ് 0.5 എന്ന് വരും. 0.5 ഓം എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി when inductor coil connected with 6 volt DC ബാറ്ററി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വോൾട്ട് DC എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. Z എത്രയാണ്? അവിടെ 0.5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാണ്? I = VDC/Z ചെയ്താൽ മതി. ദാറ്റ് ഈസ് 6/0.5 അതായത് 12 ആയിരിക്കും. 6/1 ഇവിടെ 1/2 വരും. മേലേക്ക് പോകുമ്പോൾ 6 × 2 വരും. ദാറ്റ് ഈസ് 12 ആംപിയർ വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ആൻഡ് ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് എത്രയാണ്? 0.2 എന്ന് തന്നിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്, എ കപ്പാസിറ്റൻസ് ആൻഡ് എൻ AC സോഴ്സ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1π × 10⁻⁴ ഹെർട്സ് തന്നിട്ടുണ്ട്. ഫോർ വാട്ട് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ദ കറണ്ട് വിൽ ബി ഇൻ ദ മാക്സിമം ഇൻ ദ സർക്യൂട്ട് ആണ് ചോദിച്ചിട്ട്. കറണ്ട് മാക്സിമം ആയിരിക്കണമെങ്കിൽ റെസണൻസ് ആവണ്ടേ? നമ്മൾ എത്ര തിയറി പഠിച്ചതാ? കറണ്ട് മാക്സിമം ആയിരിക്കണേ റെസണൻസ് ആയിരിക്കണം. റെസണൻസ് എന്ന് പറഞ്ഞാൽ XL-ഉം XC-യും ഈക്വൽ ആയിരിക്കണം. XL = XC ആയിരിക്കണം. എങ്ങനെ ഞാനിവിടെ എഴുതുന്നു. ഇവിടെ L എത്ര തന്നിട്ടുണ്ട്? 0.2 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? 1/π × 10⁻⁴ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? 2πf ആണ്. അതായത് 2πf ആണ്. ദാറ്റ് ഈസ് 2 × π × 1/π × 10⁻⁴ എന്ന് എഴുതിയാൽ π ക്യാൻസൽ ആയി പോയാൽ 2 × 10⁻⁴ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഒമേഗ എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാക്സിമം കറണ്ട് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു തരും എന്താണ്? XL-ഉം XC-യും ഈക്വൽ ആയിരിക്കണം. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ ദാറ്റ് ഈസ് 1/C ഒമേഗയ്ക്ക് ഈക്വൽ ആവണം. അങ്ങനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവിടെ? കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. C = 1/L ω² എന്ന് വരുന്നു. 1/L എത്രയാണ് ഇവിടെ? 0.2 ആണ്. ഒമേഗ എത്രയാണ്? 2 × 10⁻⁴ × 2 × 10⁻⁴ ആണ്. ഇത് ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? 0.2ലേക്ക് ഞാൻ ഒരു 2 ഇതെടുത്താൽ ഇവിടെ 3 വന്നു. അപ്പോൾ 2 × 2 × 2 2 × 2 4 1/8 × 10⁻⁷ അത് 10⁻⁻7 മേലോട്ട് പോകുമ്പോൾ = 10⁻⁷ / 1/8 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ അപ്പോൾ ഞാനൊരു 10 ഇട്ടാൽ ഇവിടെ ഒരു 10 ഇട്ടാൽ ഇവിടെ 10⁻⁸ 8/10 എന്ന് പറഞ്ഞാൽ 5/4 അതായത് 2.5/2 ദാറ്റ് ഈസ് 1.25 × 10⁻⁸ എന്നൊരു ഉത്തരം ഉണ്ട്. ദാറ്റ് ഈസ് A. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കാം. എന്താ? AC വോൾട്ടേജ് ഓഫ് 100 വോൾട്ട്. ഓക്കെ, ഒരു 100 വോൾട്ട് ഉള്ള ഒരു AC വോൾട്ടേജ് ഉണ്ട്. 500π/π ഹെർട്സ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി ഈസ് കണക്റ്റഡ് അക്രോസ് 20 ഓം റെസിസ്റ്ററായി കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആൻഡ് 50 മില്ലി ഹെൻറിയിൽ ഇൻഡക്ടറും ഉണ്ട്. അങ്ങനെ അതായത് ഇംപീഡൻസ് ആണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആദ്യം എന്ത് ചെയ്തു? നമുക്ക് തന്നതൊക്കെ എഴുതി വെക്കാം. V = 100 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി = 50/50/π എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇവിടെ 20 എന്ന് തന്നിട്ടുണ്ട്. എല്ലാം എത്ര എന്നുണ്ട്? 15 മില്ലിയാണ്. അതായത് 15 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? Z പറയടാ R² + XL × √L കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? XL² × √L കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറഞ്ഞാൽ എത്രയാ? 20². XL എന്ന് പറഞ്ഞാൽ L ഒമേഗ. L എത്രയാ ഇവിടെ? L എന്ന് പറയുന്നത് 15 × 10⁻³ ന്റെ സ്ക്വയർ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π × f എത്രയാണ്? 50/π സ്ക്വയർ. അതേപോലെ ഹോൾ റൂട്ട്. ഇതാണ് എൻ്റെ ആൻസർ വരേണ്ടത്. അങ്ങനെയല്ലേ? ചെയ്ത് നോക്കാം.
200 എന്ന് പറഞ്ഞാൽ 400. 15 into 10⁻³ അവിടെ നിൽക്കട്ടെ. 15 into 10⁻³ ദ ഹോൾ സ്ക്വയർ പോട്ടെ. പയ്യും ക്യാൻസലായി പോയാൽ 2 into 50 100. 100 into 100 വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 10⁻³ 15 സ്ക്വയർ ഇട്ടാൽ 10⁻³ into 10⁻⁻6. 10⁻6ലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ 10⁻2 വരും. 15 into 10⁻, എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരും? അപ്പോൾ നമുക്ക് എത്ര വരും? ഇതൊരു 120 എത്രയാണ്? 15ൻ്റെ സ്ക്വയർ എത്ര വരും? 100 ഇവിടെ വരുമ്പോൾ 15⁻³ 15/π. എടാ സൂര്യോ വെറുതെ അല്ല, ഇവിടെ 500 ആണ്, ഇവിടെ 500 ആണ്. ഓക്കെ, അപ്പോൾ ഒരു 100 വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 500 വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2000 വരും, 2000 വരും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ 15ൻ്റെ സ്ക്വയർ വരുള്ളൂ. ഓക്കെ അല്ലേ? 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. 400 + 225 ഇൻറ്റു റൂട്ട്, അതായത് 625ൻ്റെ റൂട്ട്. ഓക്കെ അല്ലേ? 625ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. ഓക്കെ അല്ലേ? 625ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 625 Ω ആയിരിക്കും. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് മൈ കറക്റ്റ് ആൻസർ. എളുപ്പമല്ലേ? എളുപ്പമായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A primary coil is connected with an AC source and a bulb is connected with an AC source and a bulb is connected with a secondary coil. Okay, secondary coil മായി കണക്ട് ചെയ്യുന്നു. The voltage across the bulb 6 volt ആണ്. The current through the bulb is in 0.5 ഇതാണ്. The turns ratio എത്രയാണ് തന്നിട്ട് കാൽക്കുലേറ്റ് the current in the primary coil. സിമ്പിൾ ഇക്വേഷൻ എന്താണ്? I in the primary divided by I in the secondary equal to number of poles in the secondary divided by number of coil in the primary. ഇത് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ അല്ലേ? അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ കാര്യമില്ലടാ. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആയി. എന്താ നോക്കാം നമുക്ക്. ഇവിടെ എന്തൊക്കെ ആദ്യം തന്നിട്ടുണ്ടെന്ന് എഴുതി വെക്കാം. V = 6 തന്നിട്ടുണ്ട്. I സെക്കൻഡറി എത്ര തന്നിട്ടുണ്ട്? I സെക്കൻഡറി തന്നിട്ടുണ്ട്. ഇത് കറണ്ട് 4. I സെക്കൻഡറി എന്ന് പറയുന്നത് 0.4 ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് NP/NS എന്ന് പറയുന്നത് 5/1 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാം IP/IS/NS/NP എന്ന് പറയുന്നത് IP/0.4 = 1/5. എന്താണ് ഇവിടെ? NP/NS ആണ് 5/1, ഇവിടെ NS/NP ആണ്. അപ്പോൾ 1/5 വന്നു. അങ്ങനെ IP എന്ന് പറയുന്നത് 0.4 ഡിവൈഡ് ബൈ 5 ആണ്. അത് എത്രയാടാ? 0.5 വരുമ്പോൾ 0.40 0.08 ആയിട്ട് വരും. ഓക്കെ അല്ലേ? 0.08 വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 0.08 എന്ന് പറയുന്നത് 0.08 എന്ന് പറയുന്ന നൺ ഓഫ് ദീസ് ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? 4/50 അല്ലേ വരിക. ഇത് പറഞ്ഞാൽ 0.8 തന്നെ വരിക. അങ്ങനെയാണ് 0.08 തന്നെയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും. നൺ ഓഫ് ദീസ് ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഇത് നൺ ഓഫ് ദീസ് ആയിരിക്കും എൻ്റെ ആൻസർ. ക്ലാരും പെട്ടെന്ന് 0.8 ഒന്ന് പോയി കുത്തട്ടെ. നമ്മൾ ചെയ്ത് ഉറപ്പാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. എന്താ പറയുന്നത്? ഒരു 30 μF കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, ഉണ്ടായിക്കോട്ടെ. ഈസ് കണക്റ്റഡ് ടു എ 150 വോൾട്ട് 60 ഹെർട്സ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു. ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമുക്ക് തന്നതെല്ലാം എഴുതി വെക്കാൻ പോകുന്നു. സി എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? സി എന്ന് പറഞ്ഞാൽ 30 μF ആണ്. അതായത് 30 × 10⁻⁻6 ഫാരഡ് ആണ് തന്നിട്ടുണ്ട്. സി തന്നിട്ടില്ലേ? അടുത്തത് VRMS എത്രയാണ് തന്നിട്ടുണ്ട്? VRMS എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 150 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനല്ലേ ഇവിടെ ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? ഇവിടെ 60 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി RMS. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട IRMS ആണ്. എന്നല്ലേ പറഞ്ഞത്? IRMS കാണാമെങ്കിൽ VRMS ഡിവൈഡ് ബൈ XC അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? XC കണ്ടുപിടിക്കണം. XC എത്രയാണ്? 1/C ഒമേഗയാണ്. XC എന്ന് പറയുന്നത് 1/C ഒമേഗയാണ്. 1/C ഒമേഗയാണ്. 1/C എത്രയാടാ? ഇവിടെ C എന്ന് പറയുന്നത് എത്രയാണ്? C × 30 × 10⁻⁻6 ആണ്. ഇൻറ്റു ഒമേഗ എത്രയാണ്? 2 × π × 60 ആണ്. 2π × 60 ആണ് വരിക. ഓക്കെ, 2πf എന്ന് പറഞ്ഞാൽ 2 × π × 60 ആണ് വരിക. അങ്ങനെയെങ്കിൽ ഞാൻ എഴുതുന്നു VRMS എത്രയാണ്? 150 ഡിവൈഡ് ബൈ 1/XC ആണ്. XC എന്ന് പറഞ്ഞാൽ 1/, ആണ്. അതായത് അതിൻ്റെ ഇൻറ്റുലേക്ക് വരും. 13 × 10⁻⁻6 വരും. ഇൻറ്റു 2 × 3.14 ഇൻറ്റു എത്ര വരും? 60 ആയിരിക്കും എൻ്റെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇത് ചെയ്ത് നോക്കിയാലോ? 150 × 3.14 ഇൻറ്റു 2 × 60 × 13 × 10⁻⁻6 ഇതല്ലേ വരുന്നത്? ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? 13 × -6. അങ്ങനെയാണെങ്കിൽ 1 2 3 ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് 15 × 30 ആകുമ്പോൾ വീണ്ടും ഒരു 0 ക്യാൻസലായി പോയി.
ഇൻറ്റു 2 ക്യാൻസലായി പോയി, ഇതും ക്യാൻസലായി പോയി. ബാക്കിയുള്ള 3.14 ഇൻറ്റു 6 ഇൻറ്റു 3 ആണ് വരുന്നത്. 3.14 ഇൻറ്റു 6 ഇൻറ്റു 3, ഇത് 3 3 സാർ 9, 3 6 9, അത് 10 ആക്കി എടുത്താൽ ഇത് വീണ്ടും പോയി. ബാക്കിയുള്ള 6 ഇൻറ്റു 3 നമുക്ക് എത്ര വരും ഇടാം? നമുക്കൊരു 1.7ൻ്റെ അടുത്തിൽ വരിക, 1.7ൻ്റെ അടുത്ത് വരും. ദാറ്റ് ഈസ് 1.7 വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? എളുപ്പമല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? ഇത് 3 ഇൻറ്റു 3 9 10ൻ്റെ അടുത്ത് വരും, അതങ്ങോട്ട് പോകും. പിന്നെ 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 1.18 ആണ്. അത് 3.14 നമ്മൾ 10 ആക്കി എടുത്ത കാരണം അതിനേക്കാൾ കുറയായിരിക്കും. ദാറ്റ് ഈസ് 1.7 ആയിരിക്കും, 17ൻ്റെ അടുത്ത് വരും. ഓക്കെ, 70 പോയിന്റ് സംതിങ് വരും. അപ്പോൾ അതേ ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഈസ് 1.7 ആയിരിക്കും നമ്മളുടെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, 1.7 ആംപിയർ വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? എന്താ നോക്കി നോക്കിയാലോ? എ കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്, അത് എത്ര 1/√3 എന്ന് തന്നിട്ട്. ആൻഡ് റെസിസ്റ്റൻസ് എത്ര 1 ohm തന്നിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് ടു 200 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ എന്ന് തന്നിട്ട്. ദ ടൈം ലാഗ് ബിറ്റ്വീൻ മാക്സിമം വോൾട്ടേജ് ആൻഡ് ദ കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് എന്താണ് ചോദിച്ചത്? ടൈം ലാഗ് മാക്സിമം വോൾട്ടേജിൻ്റെ എന്താണ്? ഫേസ് ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡിഫറൻസിലൂടെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? നോക്കാം അല്ലേ? നോക്കാം, കണ്ടുപിടിക്കാം. നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതി? XL = 1/√3 എന്ന് തന്നിട്ടുണ്ട്. അല്ലെ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = 1/√3 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 1 ohm എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് എത്ര തന്നിട്ട്? 200 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് സീരീസ് LR സർക്യൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ tan phi എന്ന് പറയുന്നാൽ ഞാൻ എഴുതുന്നു, tan phi എത്രയുടെ വരിക? XL/R ആണ് വരിക. XL എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ട്? 1/√3/1 വരും. അതായത് phi = 30 ഡിഗ്രി. tan phi = 30 ഡിഗ്രി എന്ന് വരും. tan 30 ഡിഗ്രി എന്ന് വരും. tan 30 ഡിഗ്രി എന്ന് വരും. 30 ഡിഗ്രി. അപ്പോൾ phi എത്ര വരും? phi = ഞാൻ എഴുതി π/6 എന്ന്. ഈ phi എന്ന് പറഞ്ഞാൽ എന്താ? ω/t അല്ലേ? ഓക്കെ അല്ലേ? ω/t = π/6 എന്ന് എഴുതി. അപ്പോൾ t = π/6 ഇൻറ്റു ω എന്ന് വന്നില്ലേ? ഓക്കെ അല്ലേ? ω എന്ന് പറഞ്ഞാൽ എന്താ? 2πf ആണ്. 2π ഇൻറ്റു f ആണ്. π/6 ഇൻറ്റു 2 ഇൻറ്റു π ഇൻറ്റു f എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? f എന്ന് പറഞ്ഞാൽ 50 ആണ് തന്നു. ഇവിടെ ഇതും ക്യാൻസലായി പോയി. 2 ഇൻറ്റു 50 100, 1/600 എന്നൊരു ഉത്തരമുണ്ടോ? ഉണ്ട് സാറേ. ഡി ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഡി ഈസ് മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. നോക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേടാ? എന്താ പറയുന്നത്? ഇന്ന സീരീസ് LCR സർക്യൂട്ട് ഉണ്ട്. ഇൻഡക്റ്റൻസ് എത്രയാണ്? L = 10 എന്ന് തന്നിട്ടുണ്ട്. 10 മില്ലി എന്നാണ് തന്നത്. 10 × 10⁻³ എന്ന് എഴുതി. എൻ്റെ കപ്പാസിറ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 1 മൈക്രോ ഫാരഡ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 1 × 10⁻⁻6 എന്ന് ഞാൻ എഴുതി. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 100 ആണ്, 100 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കർ എപ്പോഴാണ് ചെയ്യുക? റെസൊണൻസ് ഒക്കർ ചെയ്യണമെങ്കിൽ XL = XC ആകണ്ടേ? XL = XC ആയാൽ പോരെ? അങ്ങനെയാണെങ്കിൽ XL എന്ന് പറഞ്ഞാൽ എത്രയാ? XL എന്ന് പറഞ്ഞാൽ L ω ഇതെത്ര? 1/C ω. ω² = 1/√L ω = 1/√LC. ω എന്ന് പറയുന്നത് 2πf. f = 1/2π√LC ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നു 1/2π√L എത്രയാണ്? 10 × 10⁻³ അല്ലേ? ഇൻറ്റു 10 × 10⁻³ ഇൻറ്റു C എത്രയാണ്? 10⁻⁻6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 10⁻2 പോയി, ഇത് 10 × 10⁻³ എന്നാൽ 10⁻2. അങ്ങനെയാണ് 10⁻8 മൊത്തത്തിൽ 10⁻8. അത് പുറത്തേക്ക് വരുമ്പോൾ 1/2π ഇൻറ്റു 10⁻4 ആയിട്ട് വരും. മേലേക്ക് വരുമ്പോൾ 10⁻4/1/2π. ഓക്കെ അല്ലേ? 10 1/10 ഇട്ട് കൊടുക്കുക. ഇത് 10⁻3 വരും. 10⁻3 എന്ന് പറഞ്ഞാൽ കിലോയിലേക്ക് പോയി. ഓക്കെ, കിലോയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കിലോയിലേക്ക് പോയി. 10/2π ഇട്ട് കൊടുത്താൽ മതി. 10/2π എന്ന് പറഞ്ഞാൽ എത്രയാ? ഒന്നിൽ 3.14 ഇട്ട് കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ ഏകദേശം 3 × 6 ഒരു 7 അല്ലേ? 3.5 എന്ന് പറയുമ്പോൾ 3.5 ആക്കി എടുത്താൽ 7, 10/7 വരും. 10/7 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് ഇട്ട് കൊടുക്കുക. 3 എന്ന് പറഞ്ഞാൽ 7, 21, ഏകദേശം ഒരു 5, 1.4 അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് 5 ആണ്. അപ്പോൾ 1.5 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ കിലോ ഹെർട്സ് ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് കണ്ടുപിടിച്ചില്ല? കറക്റ്റ് ആൻസറിലേക്ക് എത്തിയെങ്കിലും ഏകദേശം ഒരു പോയിന്റിൻ്റെ വ്യത്യാസമല്ല ഇവിടെ എല്ലാത്തിലും ഉള്ളത്. ഓക്കെ. ഒന്നാമത് കിലോ വരുന്ന 10⁻³ ഞാൻ മാറ്റി വെച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന എനിക്ക് വരുന്ന കിലോയിൽ രണ്ടുണ്ട്, 1.15ഉം 1.5ഉം. എനിക്കെന്തായാലും 1.5 ആണ് വരുന്നത്. ഓക്കെ, 1 പോയിന്റ് വന്നാൽ തന്നെ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ഓപ്ഷൻ C ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പറയട്ടെ, സ്റ്റേറ്റ്മെന്റ് പോരട്ടെ. മാക്സിമം പവർ ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, എപ്പോഴാണ് മാക്സിമം പവർ ആവാന്നാണ് ചോദിക്കുന്നത്. കണ്ടെയ്നിങ് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ എ സീരീസ് വിത്ത് എൻ ഈസ് വെൻ റെസണൻസ് ഒക്കർ. ഓക്കെയാണ്, റെസണൻസ് ഒക്കർ ചെയ്യുമ്പോഴാണെന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? പവർ ഡിസിപ്പേഷൻ വിൽ ബി മാക്സിമം എന്താ ഇംപീഡൻസ് മിനിമം ആകുമ്പോഴാണ്. കാര്യം കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മാക്സിമം പവർ ഇസ് ഡെസിപ്പേറ്റഡ് ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റർ ഡ്യൂ ടു സീറോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് അല്ലേടാ? ഓക്കെയാണ്. എന്താ കാര്യം? എന്തുകൊണ്ട് കാര്യം? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? സെറ്റ് മിനിമം ആവും. സെറ്റ് മിനിമം ആകുമ്പോൾ 6 ആയിട്ട് പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓപ്ഷൻ ഏത്? രണ്ടും കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒരു ഓസിലേറ്റിംഗ് എൽ സി സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഒരു ഓസിലേറ്റിംഗ് എൽ സി സർക്യൂട്ട് ഉണ്ട്. ഓഫ് എ 75 മില്ലി ഹെൻറി ആണ് എന്തിൻ്റെ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുതി L = 75 M മില്ലിക്ക് ഞാൻ 10⁻³ കൊടുത്തു. ഇനി എന്താ പറയുന്നത്? എൻ്റെ 1.2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് എത്ര ഉണ്ട്? 1.2 മൈക്രോ, അതായത് 10⁻⁶ ഞാൻ കൊടുത്തു. ഓക്കെ അല്ലേ? എന്നിട്ട് അവർ പറയുന്നു ഇഫ് ദ മാക്സിമം ചാർജ് ടു ദ കപ്പാസിറ്റി 2.57 ആണെങ്കിൽ മാക്സിമം ചാർജ് എത്ര? 2.7 × 10⁻⁶ കൊളംബ് ആണെങ്കിൽ അത് മാക്സിമം കറണ്ട് ആണ് എന്ന് ചോദിച്ചിട്ട് കറണ്ട് ഇന്ന് മില്ലി ആംപിയറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാതെ പോവരുത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒന്നും തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ സൂക്ഷിച്ച് എഴുതുക. എന്താണ്? മില്ലി ആംപിയറാണ് ചോദിക്കുന്നത്. എളുപ്പമല്ലടാ. മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഇസ് സെയിം ആസ് മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ½ L × I² = ½ × Q² C എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു Imax എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് കട്ട് ചെയ്ത് പോയാൽ Q/√LC അല്ലേ? നമ്മൾ ചെയ്തതല്ലേ? Q/√LC അല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ Q എത്രയാണ്? 2.7 × 10⁻⁶ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് L എന്ന് പറയുന്നത് 75 × 10⁻³ C എന്ന് പറയുന്നത് 1.2 × 10⁻⁶. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര വരും ഇവിടെ? ഇതും 10⁻⁹ വരും. ഇതിന്നൊരു പോയിന്റ് കൂടി ഇട്ട് 10⁻⁻10, ഇവിടെ 10⁻⁵ വരും. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 10⁻�7 ഇവിടെ വരും. അങ്ങനെ 1/75 × 12 വരും. 2.7 വരും. 2.75 × 12 is 720 × 750 + 150 900 വരും. അപ്പോൾ ഏകദേശം 3 വരും അല്ലേ? 900 വരും. 900 വന്നാൽ 30 ഇവിടെ വരും. 30 വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം 9ൽ ഇവിടെ 10⁻⁻1 ഉണ്ട്. അത് വരുമ്പോൾ എനിക്ക് 9 ഒന്നാമത്തെ 0.9 വരിക. അതേപോലെ ഇവിടെ 10⁻⁻1 ഉണ്ട്, ബൈ ഒരു 10 ഉണ്ട്. അപ്പോൾ 10⁻³ 9 മില്ലി ആംപിയർ ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലല്ലേ? 75 × 12 എന്ന് പറഞ്ഞാൽ 900 ആണ്. അതും 3 പുറത്തേക്ക് എടുക്കുക, 30 പുറത്തേക്ക് എടുക്കുക. ബൈ ഇങ്ങനെ ചെയ്യുക. കുട്ടികൾ ചെയ്ത് നോക്കുക. ആൻസർ വിൽ ബി 9 മില്ലി ആംപിയർ. ഓക്കെ അല്ലേ? ഓക്കെ, പെട്ടെന്ന് ചെയ്ത് മനസ്സിലാവും. ഓക്കെ, കിട്ടി പോകണം. ഓക്കെ അല്ലേ? അടുത്തലേക്ക് പോലെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. ആസ് പെർ ദ ഗ്രാഫ്, ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റേഷൻ ഫോർ കർവ് എക്കും ബിക്കും ആണ് ചോദിക്കുന്നത്. X = റിയാക്റ്റൻസ്, XL = റിയാക്റ്റൻസ് ഓഫ് പ്യുവർ ഇൻഡക്ടർ, R = ഇംപീഡൻസ്, Z = ഇംപെഡൻസ് പറയും. എന്താണ് ഇവിടെ? ഇംപീഡൻസും ഫ്രീക്വൻസി തമ്മിലുള്ള കർവാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ കർവ് എ എന്തായിരിക്കും? കർവ് എ എന്ന് പറയും. ഒന്നുമില്ല, ഇത് ഫ്രീക്വൻസിയുടെ കർവ് അല്ലേ? ഫ്രീക്വൻസിയുടെ കർവ് എപ്പോഴാണ് ഇങ്ങനെ പോകുന്നത് നോക്കാം. XC = 1/Cω. Cω 2πf. XC പ്രൊപ്പോർഷണൽ 1/f. 1/f എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കർവായിരിക്കും. 1/fൻ്റെ കർവ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കർവ് എ ഏതായിരിക്കും? കർവ് എ എന്ന് പറയുന്നത് XC ആയിരിക്കും. ഓക്കെ അല്ലേ? കർവ് എ എന്ന് പറയുന്നത് XC ആയിരിക്കും. ഇനി XL എന്ന് ഞാൻ എഴുതുമ്പോൾ Lω, ദാറ്റ് ഈസ് L × 2πf. XL പ്രൊപ്പോർഷണൽ F, അതായത് അതിൻ്റെ കർവ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കർവ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? XL ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എനിക്ക്? എ എന്ന് പറഞ്ഞാൽ XC, ബി എന്ന് പറഞ്ഞാൽ XL ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? എളുപ്പമല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേടാ ഇതൊക്കെ? ഓക്കെ, ഒരു പ്രൊപ്പോർഷണാലിറ്റി അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും ടഫാണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്ത് നമ്മൾ ഇത് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എന്നാൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡക്ടർ ഉണ്ട്, ഇൻഡക്ടൻസ് 2 മൈക്രോ ഹെൻറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. വേരിയബിൾ കപ്പാസിറ്റർ ആൻഡ് AC സോഴ്സ് ഓഫ് ഫ്രീക്വൻസി 7 kHz എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഫോർ വിച്ച് ദ മാക്സിമം കറണ്ട് ഇസ് ഡ്രോൺ, മാക്സിമം കറണ്ട് കിട്ടാൻ റെസണൻസിലായിരിക്കണ്ടേ. ഓക്കെ, മാക്സിമം കറണ്ട് കിട്ടാൻ റെസണൻസിലായിരിക്കണം. ദാറ്റ് ഈസ് മൈ XL ഷുഡ് ബി ഈക്വൽ ടു XC. അങ്ങനെയല്ലേ മാക്സിമം റെസണൻസ് കറണ്ട് കിട്ടുകയുള്ളൂ. ഇവിടെ പറയുന്നു is maximum current drawn in the circuit is 1/XF ആണെന്ന് പറയൂ. but the value of x ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം, എളുപ്പമല്ലേ ഇത് ചെയ്യാൻ. എന്താ ചെയ്യുന്നത്? x equal to XL എന്ന് എഴുതി. XC എന്ന് പറഞ്ഞാൽ എന്താ? XL എന്ന് പറഞ്ഞാൽ L omega, that is 2pi f into L equal to 1/2pi f into C എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു, ഈ 2pi ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2² pi² f² ഈക്വൽ ടു 1/LC എന്നല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? LC ഈക്വൽ ടു L into C ഈക്വൽ ടു 1/2² pi² f². ഈ C ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇൻറ്റു L എന്ന് ഞാനിവിടെ എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈക്വൽ ടു ഈ സിന്റെ വാല്യൂ ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്? ഈക്വൽ ടു 1/x ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിനെന്ത് ചെയ്തു? 1/x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 4 into pi² into f², 2² pi² f² into L അല്ലേ വരിക. ഓക്കെ അല്ലേ? ഇങ്ങനെ വരും. ഇത് ചെയ്താൽ എനിക്ക് ആൻസർ ആയി. നോക്കാം നമുക്ക്. 4 എത്രയാ? 4 ഇവിടെയുണ്ട്. pi² എത്രയാണ്? പൈനെ എന്താ പറഞ്ഞത്? 22/7 എടുക്കാനാണെന്ന് അവർ പറയുന്നു. അപ്പോൾ 22 into 22/49 ഞാൻ എടുത്തു. എന്നിട്ട് എഫ് എത്രയാടാ? എഫ് ഇവിടെ പറയുന്നത് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് എഫ് എത്ര അവിടെ നിന്നുള്ളത്? ഫ്രീക്വൻസി 4. അപ്പോൾ 7 into 7 ദാറ്റ് ഈസ് 49 എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? 49 into കിലോ ഉണ്ട്. അപ്പോൾ 10⁻³ into സ്ക്വയർ 10⁻6 എന്ന് പറയുന്നു. എൽ എത്ര ഇവിടെ തന്നിട്ടുള്ളത്? എൽ ഇവിടെ തന്നിട്ടുണ്ട്. എൽ എത്രയാണ്? 2 മൈക്രോ എന്ന് പറഞ്ഞിട്ട് 2 into 10⁻6 എന്ന് എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 49 ക്യാൻസൽ ചെയ്തു. 10⁻6ഉം 10⁻6ഉം ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ബാക്കിയിൽ എന്താ ഉള്ളത്? 4 into 2 എന്ന് പറഞ്ഞാൽ 8 into 22 into 22. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം കേട്ടോ. 22 into 22 ചെയ്യുമ്പോൾ 22 into 22 എന്ന് പറഞ്ഞാൽ 2 4 4 4 4 എന്ന് വരും. 4 8 4 എന്ന് വരും. ഇൻറ്റു 8 ചെയ്താൽ 8 into 4 8 32, ബാക്കി 3 64 67, ബാക്കി 6 8 into 4 എന്ന് പറഞ്ഞാൽ 8 into 4 32 വരുമ്പോൾ 3872 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേടാ? വളരെ എളുപ്പം ക്വസ്റ്റ്യൻ. എന്താണ് XL ഈക്വൽ ടു XC എന്ന് കാണണം. പിന്നെ ഈ ലോജിക്കൽ ഇതൊന്ന് അപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യണം. ബാക്കിയെല്ലാം നമുക്കറിയുന്നതാണ്. ഒരുപാട് പ്രാവശ്യം ചെയ്താണ്. ക്വസ്റ്റ്യൻ ഒന്ന് തിരിഞ്ഞ് ചോദിച്ചെന്നുള്ളൂ. സെയിം കൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. സെയിം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ എന്ന് നോക്കാം. ഓക്കെ, ഒരു സീരീസ് LCR സർക്യൂട്ട് ഉണ്ട്. ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഓഫ് 220 volt 50 Hz. ദ സർക്യൂട്ട് കണ്ടെയ്ൻസ് റെസിസ്റ്റൻസ് എത്രയാണ്? R എത്രയാണ് തന്നിട്ടുണ്ട്? 80 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻഡക്ടർ എത്രയാണ്? R 80. ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് 70. XC എന്ന് പറഞ്ഞ 130 തന്നിട്ടുണ്ട്. ഓക്കെ, കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് X ഈക്വൽ ടു 130 Ohm എന്ന് തന്നിട്ടുണ്ട്. ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഈസ് x/10 എന്നുണ്ട്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പ എഴുതണം cos phi ഈക്വൽ ടു R/Z എന്ന് അപ്പ എഴുതണം. ഓക്കെ, ഇത് വെച്ചിട്ടേ ചെയ്യാൻ വരുള്ളൂ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? ഈക്വൽ ടു x/10 എന്ന് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ x/10 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് x ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം എഴുതുന്നു cos phi ഈക്വൽ ടു R/Z എന്ന് ഞാൻ എഴുതി. R എന്ന് പറഞ്ഞ R/Z എത്രയാടാ? R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ അല്ലേ? ഓൾ ദ റൂട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? 80 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ R എന്ന് പറയുമ്പോൾ 80² പ്ലസ് XL എത്ര? 70, XC 130. അപ്പോൾ 70 മൈനസ് 130 ചെയ്യാം. അതായത് അത് എത്രയായിരിക്കും? 70 മൈനസ് 130 വരുമ്പോൾ 19 60 അല്ലേ വരിക? ഓക്കെ അല്ലേ? 70 മൈനസ് 130 60ന്റെ സ്ക്വയർ വരും. ഹോൾ റൂട്ട് എടുക്കുക. അങ്ങനെ എത്ര വരുടാ? 80/88 64 36 64 1000 വരും. അപ്പോൾ എത്ര? 100 വരും. 100 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 8/10 കിട്ടും. 8/10 0.8 ആണോ എൻ്റെ ആൻസർ? ഇതുവരെ കുട്ടികൾ ചെയ്യും, ഇതുവരെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? 0.8 എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാർക്ക് ചെയ്യും. അതാണോ വേണ്ടത്? അല്ല, നമ്മളോട് ചോദിക്കുക x/10 ആണ് പവർ ഫാക്ടർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x/10 നമുക്ക് എന്താ ഇവിടെ കിട്ടി? 8/10 കിട്ടിയത്. അപ്പോൾ x എത്രയാ?
എക്സ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി ചെയ്യാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി 8/10 എന്ന് അവസാനം കിട്ടി. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാ, x/10 ആണെന്ന്. നമ്മളോട് കോസ് ഫൈ അല്ല ചോദിച്ചിരിക്കുന്നത്, വാല്യൂ ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും എൻ്റെ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ?